ഡിയർ ഓൾ, നമ്മൾ ഇതിൽ കാണുന്നത് മൊഡ്യൂൾ 1-ന്റെ ഒരു ക്യുക്ക് റിവിഷൻ ആണ്. അപ്പോൾ മൊഡ്യൂൾ 1-ന്റെ കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2 ഹാഫുകളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ വാട്ട് ഈസ് ഐഡിയേഷൻ, ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഹാഫിൽ വരുന്നത് വാട്ട് ഈസ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണെന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഹു ഈസ് എൻ ഓണ്ടർപ്രണർ. ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓണ്ടർപ്രണർ ആരാണ്? ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. ഹി ക്രിയേറ്റ്സ് ന്യൂ ബിസിനസ്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെഞ്ചറാണ് ഓണ്ടർപ്രണർ. ഒരു വെഞ്ചറസ് ചെയ്യുന്ന ഒരാളാണ് ഓണ്ടർപ്രണർ. ഓക്കെ, ഹി മേ ബി ഫേസിങ് ദ റിസ്കുകൾ ഉണ്ടായിരിക്കാം, ബട്ട് ഹി എൻജോയ്സ് ദോസ് റിസ്ക് for the with the assumption that all his risk will be converted to rewards or benefits, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചസും റിസ്കുകളും എല്ലാം ബെനിഫിറ്റ്സ് ആയിട്ട് മാറും എന്നുള്ളൊരു കോൺഫിഡൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഓണ്ടർപ്രണർ. ഓക്കെ, ഓണ്ടർപ്രണറിന് അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നു എന്തൊക്കെ സ്കിൽസ് വേണം. ഹി ഷുഡ് ഹാവ് ദ സ്കിൽസ് ടു സഫിഷ്യൻറ്റ് സ്കിൽസ് വേണം, അല്ലേ? ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് വേണം. അതുപോലെ ഇങ്ങനെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഒരു മെൻറ്റാലിറ്റി വേണം. അതുപോലെ ന്യൂ ഐഡിയാസ് മാർക്കറ്റിലേക്ക് ബ്രിങ് ചെയ്യാനുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും വേണം. അപ്പോൾ അതാണ് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് വരുന്നത്. ദെൻ ഒരു ഓണ്ടർപ്രണർ ആവാനായിട്ട്, ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളൊരു ഫേസിലേക്ക് എത്താൻ മുന്നോടിയായിട്ട് എന്തൊക്കെ വേണം? ഐഡിയേഷൻ, അല്ലേ? ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്താണ് ആ ബിസിനസ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായ ശേഷം ആ ഐഡിയയിലേക്ക് ഇന്നോവേഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറായിട്ട് ആൾ മാറുന്നത്. സോ ഐഡിയേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇന്നോവേഷൻ. അപ്പോൾ ഇതിന് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, സോ അതിൽ വരുന്നതാണ് ഫസ്റ്റ് ഫേസ് ആണല്ലോ ഐഡിയേഷൻ. ഐഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന, ആ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫേസിനെയാണ് ഐഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നു വാട്ട് ഈസ് ഐഡിയേഷൻ. അപ്പോൾ വായിക്കുക, കുറച്ചധികം പോയിന്റ്സ് വരുന്നുണ്ട്, വായിക്കുക. എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനത്തെ ഫ്ലോ ചാർട്ട്സും കാര്യങ്ങളൊക്കെ സ്കെച്ചുകളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഐഡിയേഷൻ. ഐഡിയേഷൻ്റെ ടെക്നിക്സ് പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയേഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ബ്രെയിൻ സ്റ്റോമിങ്, അല്ലേ? നമ്മളെല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് അങ്ങനെ ഐഡിയാസ് ഉരുത്തിരിഞ്ഞ് വരുന്നതിന് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ എന്താണ് അവിടെ നടന്നുള്ള ഐഡിയേഷൻ ബ്രെയിൻ സ്റ്റോമിങ് ആണ്. അപ്പോൾ അതിൻ്റെ പടങ്ങളും കാര്യങ്ങളും വരയ്ക്കുക. സെക്കൻഡ് വൺ വേഴ്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നതാണ്. വേഴ്സ്റ്റ് ഐഡിയാസ് നമ്മൾ കണ്ടെത്തണം. സോ ദാറ്റ് ആ ഒരു പോസിബിലിറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേഴ്സ്റ്റ് ഐഡിയ വന്നിട്ട് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വേഴ്സ്റ്റ് ഐഡിയാസിനെ കണ്ടെത്തുന്നതിനെയാണ് വേഴ്സ്റ്റ് ഐഡിയ. ദെൻ സ്റ്റോറി ബോർഡിങ്ങിന് പടങ്ങളൊക്കെ വരച്ച് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഐഡിയേഷനെയാണ് സ്റ്റോറി ബോർഡിങ്. അപ്പോൾ അത് അടുത്തത് മൈൻഡ് മാപ്പിംഗ്. എങ്ങനെയായിരുന്നു മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്? വിഷ്വൽ ടെക്നിക്ക്, അല്ലേ? റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പ്രോബ്ലത്തിനെ നിങ്ങൾ ഒരു സെൻട്രിക്കായിട്ട് എഴുതും, അതിന് ചുറ്റും അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും ടേംസും പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിനെ പ്രോപ്പറായിട്ട് കോയിൻ ചെയ്ത് ഐഡിയ സെറ്റാക്കുന്ന പ്രോസസ്സാണ് മൈൻഡ് മാപ്പിംഗ്. ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ അതിൽ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് എഴുതുമായിരിക്കും നല്ലത്. എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, അല്ലേ? അപ്പം അങ്ങനെ, പക്ഷേ അവരുടെ കയ്യിൽ നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ബ്രെയിൻ ഇത് പറയുന്നത്, ബ്രെയിൻ റൈറ്റിംഗ്. ദെൻ ക്വസ്റ്റനിങ് അസംഷൻസ്, അല്ലേ? അപ്പോൾ അതൊരു ടെക്നിക്കാണ്, വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ക്വസ്റ്റ്യൻസ്, അല്ലേ? ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്ന രീതിയിൽ നമ്മൾ ഐഡിയ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് സ്കെച്ചിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. പടം വരച്ചിട്ടൊക്കെ സിമ്പിൾ സ്കെച്ചസ് വരച്ചിട്ട്. ദെൻ അനലോഗി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ എത്തണമെങ്കിൽ അതേപോലത്തെ വേറൊരു പ്രോബ്ലം ഡൊമൈനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് എത്തുകയാണെങ്കിൽ അനലോഗി. ദെൻ സ്കാംബർ, ഇതൊക്കെ പഠിക്കുക കേട്ടോ. സ്കാംബർ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ്, മോഡിഫൈ, ഇങ്ങനെയുള്ള എല്ലാ 7 എലമെൻറ്റ്സിനെ ചേർത്തിട്ട് നമ്മൾ ഐഡിയേഷൻ ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ സ്കാംബർ. ദെൻ ബോഡി സ്റ്റോം. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിയേഷൻ. എന്താണ് ഫസ്റ്റ് ഫേസ് ഐഡിയേഷൻ, അതിൻ്റെ ടെക്നിക്സ് പഠിക്കുക. അടുത്തതാണ് ഇന്നോവേഷൻ. ഐഡിയേഷൻ മാത്രം ഉണ്ടായാൽ പോരല്ലോ, അതിലേക്ക് പുതുമ ആഡ് ചെയ്യണ്ടേ? അപ്പോൾ അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് ദ പ്രോഡക്റ്റ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഓണ്ടർപ്രണർ ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സസ്
അല്ലെ കെമിക്കൽ പ്രോസസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. ഓർ ബിസിനസ് മോഡൽസ്, ഈ ബീം എന്നൊക്കെ പറയുന്ന പോലെ സിവിലിൽ നമ്മൾ ബീം മോഡൽസ് അങ്ങനെയൊക്കെ ഇല്ലേ, അതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടായിരിക്കും മോഡൽസ്. അപ്പം അങ്ങനെ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. വട്ട് എവർ യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് അതിലേക്ക് ഇന്നോവേഷൻ ഇമ്പാർട്ട് ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്പിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തായിരിക്കണം കീ ആസ്പെക്ട്സ് എന്താ വരുന്നത്? നോവൽറ്റി അല്ലെ, നോവൽറ്റി വേണം. നോവൽറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു യുണീക്നെസ്, ഒരു പുതുമ വേണം, സംതിങ് ന്യൂ ആയിരിക്കണം. വാല്യൂ ആഡ് ചെയ്യണം, കസ്റ്റമേഴ്സിന് അത് യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രസ്റ്റ് വരണം, ക്രെഡിബിലിറ്റി തോന്നണമെങ്കിൽ അതിൽ വാല്യൂ ഉണ്ടായിരിക്കണം അല്ലേ. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ, അത് വെറുതെ ഇങ്ങനെ ഐഡിയ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെയൊക്കെ ആവണമെങ്കിൽ, അത് പ്രോപ്പർ ആവണമെങ്കിൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് മീൻസ് ആ ഒരു ഫേസിലൂടെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവണം അല്ലേ. ഐഡിയ നമ്മൾ ഉണ്ടാക്കി, ഒരു ബിസിനസ്സുകാരൻ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി, ഐഡിയ മാത്രം ഉണ്ടായ പോരാ, അതിലേക്ക് ഇന്നോവേഷൻസ് ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇപ്പം പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊക്കെ ഇന്നോവേഷൻസ് അതിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എന്തായാലും ഇതൊക്കെ അത് നോക്കുക. ടൈപ്സ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഡക്റ്റിനെയാണ് ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഒരു സാധനം ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഇന്നോവേഷനാണ് നിങ്ങൾ അവിടെ ബ്രിങ് ഓൺ ചെയ്യുന്നത്. പ്രോസസ്സ് ആണെങ്കിൽ പ്രോസസ് ഇന്നോവേഷൻ, ബിസിനസ് മോഡൽ ആണെങ്കിൽ ബിസിനസ് മോഡൽ അല്ലേ. അപ്പോൾ സോഷ്യൽ ഇന്നോവേഷൻ ഇതൊക്കെ ജസ്റ്റ് നോക്കുക. സോഷ്യൽ ഇന്നോവേഷൻ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ദീസ് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഇന്നോവേഷൻസ്. അതുപോലെ ടൈപ്സ് ഓഫ് ഇന്നോവേറ്റേഴ്സ്. അപ്പോൾ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നോവേഷൻ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ തരംതിരിക്കുക അത് ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെയും ചോദിക്കും, ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, 3 മാർക്കിനൊക്കെ ചോദിക്കാം. ടൈപ്സ് ഓഫ് ഇന്നോവേറ്റേഴ്സ്. അപ്പോൾ പ്രോഡക്റ്റ് ആണ് ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് ഇന്നോവേറ്റർ, പ്രോസസ് ആണെങ്കിൽ പ്രോസസ് ഇന്നോവേറ്റർ, കോർപ്പറേറ്റ് ഓൺടർപ്രണേഴ്സ് ഓർ ഇന്നോവേറ്റേഴ്സ് അല്ലേ, വെഞ്ചർ വിത്തിൻ ദി ഒരു കോർപ്പറേറ്റ് രീതിയിലുള്ള ഇന്നോവേഷൻസ് ആവാം. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഏർലി ഫോം ഓഫ് ഓൺടർപ്രണർഷിപ്പിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് അല്ലേ. കോളേജ് ലെവലിലൊക്കെ നമ്മളത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടപ്പ് ആയിരിക്കും. അപ്പോൾ അതാണ് സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സ് ഓർ സ്റ്റാർട്ടപ്പ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നോക്കുക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷൻസ് അല്ലേ, ഇന്നോവേഷൻസ് ആഡ് ചെയ്യണം. ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ അതിന് എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ, അതുപോലെ അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇന്നോവേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഇതാണെങ്കിൽ ഒരു സാധാ ആയി പോവില്ലേ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. ദെൻ എക്സാമ്പിൾസ് ഓഫ് ഇന്നോവേഷൻസ്, ഇൻക്രിമെൻ്റൽ, ഡിസ്റപ്റ്റീവ് എന്നൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻ എന്ന് പറയും. ദെൻ ഡിസ്റപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയേറ്റിംഗ് എൻ്റയർലി ന്യൂ മാർക്കറ്റ്, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ആരും ട്രൈ ചെയ്യാത്ത പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയും. ഓക്കെ, മറ്റേതാകുമ്പോൾ എക്സിസ്റ്റിങ്ങിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിലാണ് ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻ. ഇത് ഭയങ്കര പുതിയതായിട്ടുള്ളൊരു കാര്യമാണ്, വേറെ ആരും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഇന്നോവേഷൻ ആണെങ്കിൽ സസ്റ്റൈനബിൾ. ഓക്കെ, നൗ ദിസ് ഈസ് ബാരിയേഴ്സ് ടു ഇന്നോവേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ, വാട്ട് ആർ ദ ബാരിയേഴ്സ് ഇൻ ഓൺടർപ്രണർഷിപ്പ്? ഒരു ഓൺടർപ്രണർഷിപ്പിലോ അല്ലെങ്കിൽ ഇന്നോവേഷൻസിലൊക്കെ എന്താണ് പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നുക? എന്തായിരിക്കും പ്രധാന പ്രശ്നം? ലാക്ക് ഓഫ് റിസോഴ്സസ് അല്ലെ. പൈസ ഇല്ല, ടൈം ഇല്ല, ഹ്യൂമൻ റിസോഴ്സസ് ഒന്നും ഇല്ലെങ്കിൽ അത് ലാക്ക് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ബാരിയർ ആയിട്ട് പറയാം. ദെൻ റിസ്കുകൾ വരാം, അല്ലെ, പലതരത്തിലുള്ള റിസ്കുകൾ വരാമല്ലോ. അപ്പോൾ അതിൽ അത് റിസ്ക് അവേർഷൻ, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി, ഒരു മോണോട്ടോണി ഫീൽ ചെയ്യാണ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി, തിങ്കിങ്ങിലും പ്രോബ്ലം സോൾവിങ്ങിലും ഒന്നും ഒരു പുതുമ തോന്നുന്നില്ലെങ്കിൽ അപ്പോൾ ദാറ്റ് ഈസ് എ ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി. ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഓൺടർപ്രണേഴ്സ് ഹു വർക്ക് ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്, ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ്, അതായത് ഇങ്ങനെ അല്ലേ ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ബ്യൂറോക്രസി ഫീൽ ചെയ്യുമ്പോൾ ഓൺടർപ്രണേഴ്സിന് വളരാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിനാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അപ്പോൾ എന്താ പറയുക, ചില ആൾക്കാർ ഇന്നോവേഷൻസ് ഇല്ലാതെ ചേഞ്ച് ചെയ്യണം, ഇന്നോവേഷൻസ് ആഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് കൂടുതൽ നല്ലതാവാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാരോ ചില സിസ്റ്റംസിലോ നമുക്ക് ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ദ ലാക്ക് ഓഫ് എംപ്ലോയി റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്, ഡിമോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇതായിരിക്കും, ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ വളരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഓക്കെ, ദെൻ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ. എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചട്ടക്കൂട് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് അല്ലേ. നമ്മളിപ്പോൾ ഐഡിയേഷൻ പറഞ്ഞു, ഇന്നോവേഷൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കണം? ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചിലായിരിക്കണം. അപ്പോൾ അതിനെയാണ് ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ നോക്കുക കേട്ടോ. ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ജനറേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ന്യൂ ഐഡിയാസ് ഇഫക്റ്റീവ്ലി. അപ്പം അങ്ങനെയുള്ളൊരു നമ്മുടെ ഐഡിയേഷനെ അല്ലെങ്കിൽ നമ്മൾ ഐഡിയാസ് ഉണ്ടാക്കിയതിനെയും നമ്മൾ അതിലേക്ക് ഇന്നോവേഷൻസ് ആഡ് ചെയ്തതിനെയൊക്കെ നമ്മളൊരു എന്താക്കണം? ഒരു സ്ട്രക്ചേർഡ് ആക്കണം.
അങ്ങനെ സ്ട്രക്ചേർഡ് അപ്രോച്ച് ആക്കുന്നതിനെയാണ് നമ്മൾ ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ വായിക്കുക, അതും ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട് അറിയണം കേട്ടോ. ഇനി കീ കമ്പോണൻസ് ഓഫ് ഇന്നോവേഷൻ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇന്നോവേഷൻ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ കീ കമ്പോണൻസ് ഒക്കെ ചോദിച്ചാലും ഇതൊക്കെ തന്നെ ആണ്. ഒരു എന്തായിരിക്കണം? സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം അല്ലേ? നമുക്കൊരു നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു നമ്മളൊരു എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു മിഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, മെത്തഡോളജി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബോധ്യം വേണ്ടേ? അപ്പം അതിനെയാണ് ഫസ്റ്റ് സ്ട്രാറ്റജി ആൻഡ് വിഷൻ. ദെൻ അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്, മെത്തഡോളജി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ അതിനെ പറ്റി എന്തുണ്ടാവണം? ഒരു പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. അപ്പം അതാണ്. ദെൻ കൾച്ചറൽ ലീഡർഷിപ്പ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഒരു വർക്ക് ഡൊമൈൻ, ഒരു ഹൈറാർക്കി ഷുഡ് എക്സിസ്റ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ആവണം അല്ലെ? ഇന്ന ആളാണ് ബോസ്, അതിൻ്റെ താഴെയാണ് ഇവരെന്ന് പറയുന്നൊരു പ്രോപ്പറായിട്ടുള്ള ഒരു വർക്ക് കൾച്ചറും ലീഡർഷിപ്പും ഒക്കെ ആ ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കണം. റിസോഴ്സസ് പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? 5 M's നമ്മൾ പറഞ്ഞിട്ടില്ലേ? മാൻ, മെഷീൻ, മാൻ, മെറ്റീരിയൽ, മണി, മെഷീൻസ്, മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ വക റിസോഴ്സസ് ഒക്കെ ചേരുമ്പോഴാണ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പോവുക. ഓക്കെ, ദെൻ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ. അപ്പോൾ എന്താണ്? ഇന്നോവേഷൻ്റെ ഫ്രെയിം വർക്ക്, സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു. സോ വാട്ട് ആർ ദി ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ? അപ്പോൾ ഈ ഇത് കാണാതെ പഠിക്കുക കേട്ടോ. ഇതെന്താണ്? ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ. അപ്പോൾ അതിലെന്താണ്? ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സെൻട്രേഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, മനുഷ്യന്മാരെ പോലെ എന്താ പറയുക, നമ്മളൊരു മാനുഷികമായിട്ട് ആലോചിച്ച് അങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ യുവർ ഇന്നോവേഷൻ അപ്രോച്ച് ഈസ് ഡിസൈൻ തിങ്കിങ് സെൻട്രിക്. ഓക്കെ, അപ്പോൾ അതിലെ മനുഷ്യന്മാരാകുമ്പോൾ എന്തുണ്ടാ? ഒരു എമ്പതി എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ വരില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് പറ്റാവുന്ന പോലെയൊക്കെ പഠിക്കുക. അറ്റ്ലീസ്റ്റ് 1-2 സെൻറ്റൻസുകളെങ്കിലൊക്കെ വരണം. ഇപ്പം എമ്പതിയൊക്കെ എന്തായാലും ഓർക്കാൻ പറ്റുമല്ലോ. ഓക്കെ, എംപതൈസ്, ദെൻ ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ബാക്കിയൊക്കെ ഏകദേശം എല്ലാത്തിലും ഒരേപോലെ വരുന്നത്, അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എംപതൈസ്, അപ്പോൾ ഡിസൈൻ തിങ്കിങ് ആണ് ഫസ്റ്റ് വൺ. ഹ്യൂമൻ സെൻറ്റേർഡ് ആണെന്നുള്ള ഒരു പോയിന്റ് അവിടെ എഴുതണം. ഹ്യൂമൻ സെൻറ്റേർഡ് പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് വരുന്ന ഒരു മാനുഷികപരമായിട്ട് എന്ന് പറയുമ്പോൾ എംപതൈസ്, മറ്റുള്ളവരുടെ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങൾ ക്ലിയർലി ആർട്ടിക്കുലേറ്റ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, ദെൻ അതിൽ നിന്ന് ഐഡിയേറ്റ് ചെയ്യുക, ദെൻ അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടോടൈപ്പ് നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക, ദെൻ അതിനെ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, വൺസ് ടെസ്റ്റ് ഈസ് വാലിഡേറ്റഡ്, അതിന് പ്രോപ്പർ ഫീഡ്ബാക്സ് ഒക്കെ എടുത്തിട്ട് നമ്മളതിനെ റിഫൈൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു ഇന്നോവേഷൻ ആഡ് ഓൺ നമ്മൾ എവിടെയൊക്കെ ചെയ്യാറുണ്ട്? പ്രോഡക്റ്റ് ഡിസൈനിൽ, സർവീസ് ഇംപ്രൂവ്മെൻറ്റിൽ, യൂസർ എക്സ്പീരിയൻസിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഡിസൈൻ തിങ്കിങ് എന്നുള്ള എന്താ പറയുക ഇന്നോവേഷൻ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ പറ്റാവുന്ന പോലെ ഈ പടമൊക്കെ വരച്ച് വെക്കുക. അടുത്തത് ഓപ്പൺ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഐഡിയാസ് ആൻഡ് റിസോഴ്സസിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് ഓപ്പൺ ഇന്നോവേഷൻ. മനസ്സിലായോ? അപ്പോൾ അതിലെന്താണ്? ഇപ്പോൾ നമ്മുടെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്ക് യൂണിവേഴ്സിറ്റീനെ അല്ലേ, നമുക്ക് KTUവിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരെയും ചോദിക്കുക? യൂണിവേഴ്സിറ്റീനെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ആലോചിച്ചോളൂ. അപ്പോൾ എക്സ്റ്റേണൽ പാർട്ട്നേഴ്സിനെയും കൂടി നമ്മളാക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയാണെങ്കിൽ കൊളാബറേറ്റ് വിത്ത് എക്സ്റ്റേണൽ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ അത് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിലൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ട് ചെയ്യുക. ദെൻ ക്രൗഡ് സോഴ്സ് പ്ലാറ്റ്ഫോംസിലൊക്കെ. ഓക്കെ, അപ്പോൾ ഈ അങ്ങനത്തെ ഒക്കെ രീതിയിലാണ്. ഇപ്പോൾ ISRO അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പിലൊക്കെ അവരൊക്കെ വേണമെങ്കിൽ ഇന്നോവേഷൻസ് ചിലപ്പോൾ ഈ ഓപ്പൺ ഇന്നോവേഷൻ എന്നുള്ള രീതിയിലായിരിക്കും. വേണമെങ്കിൽ നാസയിൽ നിന്നൊക്കെ അവർ ഐഡിയാസ് ഒക്കെ എടുക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മേ ബി അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ പടങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഐഡിയാസ് വേണം. അതാണ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ അല്ലേ, നമുക്ക് വിത്തിൻ ദി ഓർഗനൈസേഷൻ മാത്രമല്ല പുറത്തുനിന്നും ഐഡിയാസ് എടുത്തിട്ട് നമ്മൾ അതിനെ എൻറിച്ച് ചെയ്യാണ്, ഇന്നോവേറ്റ് ചെയ്യാണ്, അത്രയേ ഉള്ളൂ. ദെൻ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയേറ്റ് എ ന്യൂ മാർക്കറ്റ് റാദർ ദാൻ കോമ്പീറ്റിംഗ് ഇൻ എക്സിസ്റ്റിംഗ് വൺസ്. നമ്മൾ എന്താണ് ഇതിൽ നമ്മൾ പറയുന്നത് ഇന്നോവേഷൻ അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ന്യൂ മാർക്കറ്റ്സ് റാദർ ദാൻ കോമ്പീറ്റിംഗ് ഇൻ ആ ഒരു ലൈനൊക്കെ എന്തായാലും എഴുതി വെക്കണം. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി, അതായത് ഒരു ഉള്ളിൽ തന്നെ ഇല്ലാതെ പുറത്ത് പുതിയ
ന്യൂ മാർക്കറ്റ്സ് നമുക്ക് വേണം അല്ലെ, ടാർജറ്റ് മാർക്കറ്റ്, നമ്മുടെ ടാർജറ്റ് കസ്റ്റമേഴ്സിന് പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിനുള്ള ഇന്നോവേഷൻ സ്ട്രാറ്റജീനെയാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ് സ്പേസ് അല്ലെ, ടാപ്ഡ് മീൻസ് എന്താ പറയുക, അണ്ടർ പൊട്ടൻഷ്യലായിട്ട് കിടക്കുന്ന മാർക്കറ്റ് സ്പേസ് ഒക്കെ കണ്ടെത്തി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ അവിടെയൊക്കെ വാല്യൂ കൊടുത്ത് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസിനെ അവേക്കൻ ചെയ്യുന്ന പരിപാടിയാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. അപ്പോൾ ഈ പടം വരയ്ക്കണം. ഇതിലെന്താണ്, കറണ്ട് കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലാണ് ആ റെഡ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബ്ലൂ അല്ലേ, ബ്ലൂ എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ കസ്റ്റമേഴ്സ്, പുതിയ മാർക്കറ്റിനെ ഇങ്ങനെ വലവീശി പിടിച്ച് നമ്മൾ ആ ഒരു നിങ്ങളുടെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ ദാറ്റ് ഈസ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. മനസ്സിലായോ? കണ്ടോ, ഇതിൽ ആ റെഡ് എന്നുള്ളത് കാണിക്കണം, പക്ഷേ ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്, നോൺ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് റിട്ടേൺ ചെയ്യാനുള്ള രീതിയിൽ, അക്വയർ ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത ഇന്നോവേഷൻ സ്ട്രാറ്റജീസ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. മനസ്സിലായോ? ദെൻ അടുത്ത ലീൻ സ്റ്റാർട്ടപ്പ്. ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ലേണിംഗ് ബിയോണ്ട് ട്രഡീഷണൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇതിലാണ് MVP എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ പറയുന്നത്. ദെൻ അജൈൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇതിൽ റാപ്പിഡ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ലേണിംഗ് ബിയോണ്ട് ട്രഡീഷണൽ പ്രൊഡക്റ്റ്, ട്രഡീഷണലായിട്ട് അല്ലാതെ റാപ്പിഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇന്നോവേഷൻ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ദാറ്റ് ഈസ് ലീൻ സ്റ്റാർട്ടപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ MVP-യുടെ പോയിന്റ് എഴുതാൻ മറക്കണ്ട, അത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൊയോട്ട, ഡ്രോപ്പ് ബോക്സ് ഒക്കെ ഈ ഒരു ഇതിലാണ് അവർ ആ ഒരു അവരുടെ പ്രോഡക്റ്റിനെ വികസിപ്പിച്ചെടുത്തിരിക്കണേ. ഓക്കെ, ദെൻ ട്രിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയറി ഓഫ് ഇൻവെൻറ്റീവ് പ്രോബ്ലം സോൾവിങ്, സിസ്റ്റമാറ്റിക് ഇന്നോവേഷൻ ബേസ്ഡ് ഓൺ പാറ്റേൺസ് ഓഫ് ഇന്നോവേഷൻ. അപ്പോൾ ഇതിലെന്താണ്, അനലൈസിങ് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസ്, ദെൻ ഐഡൻറ്റിഫൈ കോൺട്രഡിക്ഷൻസ് ഇൻ ദ സിസ്റ്റം, അപ്ലൈ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ടു കോൺട്രഡിക്ഷൻസ്. അപ്പോൾ ഈ ഒരു ടേംസ് ഒക്കെ നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക. ട്രിസ് അല്ല, പഠിക്കണം കേട്ടോ, കാരണം ഇത് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കണം. ട്രിസ് എന്ന് പറയുന്ന തിയറി ഓഫ് ഇൻവെൻറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ഇന്നോവേഷൻ ബേസ്ഡ് ഓൺ പാറ്റേൺസ് ഓഫ് ഇൻവെൻഷൻ, അനലൈസ് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസിനെ അനലൈസ് ചെയ്യുന്നു, ദെൻ കോൺട്രഡിക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ആ കോൺട്രഡിക്ഷൻസ് സോൾവ് ചെയ്യാനായിട്ടുള്ള യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു കീവേഡ്സ് ശ്രദ്ധിക്കുക, സിസ്റ്റമാറ്റിക് ഇന്നോവേഷൻ. ഓക്കെ, ട്രിസിൻ്റെ ഫുൾ ഫോം എഴുതുക, സിസ്റ്റമാറ്റിക് ഇന്നോവേഷൻ ആണെന്നുള്ള പോയിന്റ് ഒക്കെ എഴുതണം. ഈ വക കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നിങ്ങളുടെ ഒരു ഇതിൽ സർവീസസ്, ഇൻട്രൊഡ്യൂസിങ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ദാറ്റ് ട്രാൻസ്ഫോം ഇൻഡസ്ട്രീസ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിവിലിലൊക്കെ കൺസ്ട്രക്ഷനിലൊക്കെ ഇപ്പോൾ ഡ്രോയിങ്, നമ്മൾ ബിൽഡിംഗ് മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ AI-യുടെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. AI അങ്ങനത്തെ സോഫ്റ്റ്വെയർസൊക്കെ, കുഹൂം സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ബിൽഡിംഗ് പണ്ട് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ഫോംസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അത് AI-യുടെ അഡ്വെൻറ്റ് വന്നു കഴിഞ്ഞില്ലേ. അപ്പോൾ ആ രീതിയിൽ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയാം. ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയറിലൊക്കെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എഡ്യൂക്കേഷനിലൊക്കെ ആണെങ്കിൽ എന്താണ്, ഗൂഗിൾ മീറ്റ് ആ വക കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം ഫാസ്റ്റ് ആയില്ലേ, ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും ക്ലാസ്സുകൾ കേൾക്കാം. അങ്ങനെയൊക്കെ. അടുത്ത ഡോബ്ലിൻസ് 10 ടൈപ്സ് ഫ്രെയിം വർക്ക്. ദെൻ ഐഡൻറ്റിഫൈ ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റീസ് അക്രോസ് 10 ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ അതായത് 10 ഒരു ഡയമെൻഷൻസിൽ നമ്മൾ ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ ഇതാക്കാനാണ് ഉള്ള ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഡോബ്ലിൻസ് 10 ടൈപ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നോവേഷൻസ് സസ്റ്റൈനബിൾ ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ഈ രീതിയിൽ പല ഡയമെൻഷനിലുള്ള ഇന്നോവേഷനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ഡോബ്ലിൻസ് 10 ടൈപ്സ്, 10 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് 10 ടൈപ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പഠിക്കണം എന്തായാലും, കാരണം ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് ഗേറ്റ് പ്രോസസ്സ്. സ്റ്റേജ് ഗേറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇതിങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയി. അപ്പോൾ ആ ഒരു ഇവിടെ ഒരു ഗേറ്റ് കാണാം, ഇവിടെ ഗേറ്റ് അല്ലേ, ഗേറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ സ്റ്റേജ്. അപ്പോൾ എന്താണ്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒരു ഐഡിയ വന്നു, അപ്പോൾ ആ ഐഡിയ ഓക്കെ ആണെങ്കിൽ ഈ ഗേറ്റ് ടൂളിലേക്ക് പോകും. ഓക്കെ, ഇനി ഗേറ്റ് ടൂൾ എത്തുമ്പോൾ മേ ബി ആ ഒരു ഐഡിയനെ വാലിഡേറ്റ് ചെയ്തപ്പോൾ അത് അവിടെ അത് വർക്ക് ആവണില്ല എന്ന് കാണുകയാണെങ്കിൽ അത് അവിടെ
നോട്ട് ഫീസിബിൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. സ്റ്റേജ് ഗേറ്റ് പ്രോസസ്, സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ഇന്നോവേഷൻ പ്രോജക്ട്സ്, സ്റ്റേജ് ഫോർ സിസ്റ്റമാറ്റിക്കലി മൂവ് ത്രൂ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ, സർവീസ് ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു ഐഡിയ എൻറിച്ച് വിത്ത് ഇന്നോവേഷൻ ഈസ് പാസിങ് ത്രൂ ദി ഗേറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐഡിയ ജനറേഷൻ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള ഇതിനെയാണ് നമ്മൾ സ്റ്റേജ് ഗേറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഐഡിയ എംബഡഡ് വിത്ത് ഇന്നോവേഷൻ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് 5 എത്തിക്കഴിഞ്ഞാൽ റിവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് കമ്പനിയിലെ ടോപ്പ് ഒഫീഷ്യൽസൊക്കെ അതിനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്താവും, ആ ഒരു ഐഡിയ വർക്കാവും. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ വർക്കായില്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ക്ലോസ് ആവുകയാണെങ്കിൽ അതിൻ്റെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുത്തതാണ് അജൈൽ ഇന്നോവേഷൻ. അജൈൽ എന്ന് പറയുമ്പോൾ ഐട്രേറ്റീവ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻ്റ് ആണ് അജൈൽ ഇന്നോവേഷൻ. ഐട്രേറ്റീവ് എന്ന് പറയുമ്പോൾ പല ഐട്രേഷൻസ് അല്ലേ, പല ട്രയൽസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്നോവേഷൻ ചെയ്യുകയാണെങ്കിൽ കുറേ അല്ലേ, പല ട്രയൽ ബേസ്ഡ് ആയിട്ടുള്ള ഐട്രേറ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ. അപ്പോൾ അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലാണ്, ഡൈനാമിക് ഇൻഡസ്ട്രിയിലൊക്കെയാണ് നമ്മളിത് സ്പോട്ടിഫൈ പ്ലാറ്റ്ഫോമൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അജൈൽ ഇന്നോവേഷൻ. അടുത്തത് അതിൻ്റെ പടക്കം വരയ്ക്കുക. BMC, ബിസിനസ് മോഡൽ ക്യാൻവാസ്, വിഷ്വലൈസിങ് ആൻഡ് റിഫൈനിങ് ബിസിനസ് മോഡൽസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫോക്കസ് വരുന്നത്. കീ പാർട്ട്നേഴ്സ്, ആക്ടിവിറ്റീസ്, റിസോഴ്സസ്, വാല്യൂ പ്രപ്പോസിഷൻസ്, ഓൺടർപ്രണർഷിപ്പ്, ബിസിനസ് സ്ട്രാറ്റജിയിലൊക്കെയാണ് ഇതിൻ്റെ ബിസിനസ് മോഡൽ വിഷ്വലൈസ് ചെയ്യണം. അതുപോലെ നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന രീതിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരികയാണെങ്കിൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ഈസ് BMC, ബിസിനസ് മോഡൽ ക്യാൻവാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. അത് പഠിക്കണം, പേര് പഠിക്കണം, അറ്റ്ലീസ്റ്റ് 1-2 പോയിന്റ്സെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഫ്രെയിം വർക്കാണ് നിങ്ങൾ ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് ഏത് ഫ്രെയിം വർക്കാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആ ഒരു കണ്ടെക്സ്റ്റിനനുസരിച്ച്, ഇൻഡസ്ട്രി ഗോൾസ് അല്ല, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ ആണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണോ, അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇത് മാറും, കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് മാറും. സ്കെയിലബിലിറ്റീസ്, ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി യൂസ് ചെയ്യില്ല, ലാർജ് സ്കെയിൽ ആണെങ്കിലായിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഏത് യൂസ് ചെയ്യാന്നുള്ള സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ കൊളാബറേഷൻ നീഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഫ്രെയിം വർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് ഇത്തിരി മനസ്സിരുത്തി പഠിക്കണം, കാരണം ഇത് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. ഇത് വളരെ എളുപ്പമാണ്. എന്താണ് ഒരു ഓൺടർപ്രണർ ആവാനായിട്ട് എന്തൊക്കെയാണ് ആൾക്ക് വേണ്ടത്? He should have a set of attitude, skills and behavior that enable individuals to identify opportunities. അല്ലേ, എന്തൊക്കെ വേണം? ഇന്നോവേഷൻ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, ബിഹേവിയർ ഒക്കെ ഉണ്ടാവണം. റെസീലിയൻസ്, പെർസീവറൻസ്, സ്ഥിരോത്സാഹം വേണം. റെസീലിയൻസ് പറയുമ്പോൾ എന്തെങ്കിലും ഫെയിലിയർ വരികയാണെങ്കിൽ വിഷമിച്ചിരിക്കരുത്, അത് മീൻസ് അത് റിസ്റ്റോർ ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യം വേണം. അഡാപ്റ്റബിലിറ്റി ആൻഡ് പ്രൊആക്റ്റീവ് അപ്രോച്ചൊക്കെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചോളൂ. ഇത് ഷുവർ മീൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. ഇതൊക്കെ വരച്ച് വെക്കാം. ദെൻ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. ഇതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കഴിവുണ്ടായിരിക്കണം. റെസീലിയൻസ് പറയുമ്പോൾ ഫെയിലിയേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് വരണം അല്ലേ. പ്രൊആക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ പ്രൊആക്റ്റീവ് ആയിരിക്കണം. ടേക്ക് ഇനീഷ്യേറ്റീവ്, ആക്ട് ഓൺ ഐഡിയാസിന് മേക്ക് ഡിസിഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കാൻ ഉള്ള ഒരു കഴിവിനെയാണ് പ്രൊആക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ദെൻ അഡാപ്റ്റബിലിറ്റി, അഡാപ്റ്റബിൾ ആയിരിക്കണം. ദെൻ ഇന്നോവേറ്റീവ് തിങ്കിങ്, റിസ്ക്. ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് ഡെവലപ്പിംഗ്, ഇതൊക്കെ അതിൽ തന്നെ വരുന്നതാണ്. പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളൊരു എബിലിറ്റി വേണം. ദെൻ എംബ്രേസ് ഫെയിലിയർ ഓർ ഫീഡ്ബാക്സ് കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്യാനൊരു മെൻറ്റാലിറ്റി വേണം. ദെൻ ബിൽഡ് റെസീലിയൻസ്, ക്യൂരിയോസിറ്റി വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൽ. ഫിനാൻഷ്യൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റിനെ പറ്റി പ്രോപ്പറായിട്ടുള്ള ധാരണ വേണം. ടേക്ക് ഇനീഷ്യേറ്റീവ്സ് അറൗണ്ട് ഇൻസ്പിറേഷൻ, ചാലഞ്ചസ്, പ്രോപ്പർ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ്
എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ്, ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട മൈൻഡ് സെറ്റ് എന്താണെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇത് പഠിക്കാം, നന്നായിട്ട് പഠിച്ചോളോ, നന്നായി പഠിക്കാം. അടുത്ത ടോപ്പിക് ഇതിൽ വരുന്നത് സ്റ്റാർട്ടിങ് എ ബിസിനസ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ലീഗൽ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് പറയുന്നത്. മനസ്സിലായോ? അതൊരു ലീഗൽ ഫ്രെയിംവർക്ക്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ഇസ് എ ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് എൻഷുവേഴ്സ് എ സ്മൂത്ത് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദി കമ്പനി ആൻഡ് ദി വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. ഓക്കെ, നൗ ഇവിടെ പറയുന്നുണ്ട്, ഇത് പഠിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോവാം. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഒരു ബിസിനസ് ഇല്ലേ, ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പല ടൈപ്പ്, ഇപ്പോൾ സിവിൽ കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി ആവാം, എന്തും ആവാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റെഗുലേറ്ററി ബോഡി, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫ്രം ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സ്, അല്ലേ? മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ബിസിനസ് രജിസ്ട്രേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബിസിനസ് രജിസ്ട്രേഷൻ. രണ്ടാമത്തെ ടാക്സ് രജിസ്ട്രേഷൻ. ആ ഒരു കമ്പനിക്ക് നമ്മൾ ടാൻ നമ്പർ അതുപോലെ GST നമ്പറൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലാണ് നമ്പർ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. ദെൻ മൂന്നാമത്തെ എംപ്ലോയ്മെൻറ്റ് കംപ്ലയൻസ്. അവിടെ വരുന്ന എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് PF കൊടുക്കുക, അതുപോലെ ESI ഗ്രാറ്റുവിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എംപ്ലോയിയുടെ റെക്കോർഡും അതുപോലെ അവരുടെ നെയിം ലിസ്റ്റും അതുപോലെ അവരുടെ സാലറി കൊടുത്ത സ്ലിപ്പും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് കംപ്ലയൻസും ഫോളോ ചെയ്യണം. അടുത്ത ട്രേഡ് ലൈസൻസ്. ട്രേഡ് ലൈസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ കമ്പനികൾ, എക്സാമ്പിൾ ഒരു ഫുഡിൻ്റെ എന്തെങ്കിലും ഹോട്ടലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുഡ് ലൈസൻസ് കാര്യങ്ങൾ വേണം. അതുപോലെ ഒരു ഹോട്ടൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ, ഫാക്ടറി അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസ്, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ വേണം. എന്താണോ ലൈസൻസ് വേണ്ടത്, ഇതിന് 2 എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ട്രേഡ് ലൈസൻസ് വരുന്നത്. ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ്. പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ബുക്സ് ഓഡിറ്റിനും അക്കൗണ്ടിനും കീപ്പ് ചെയ്യണം. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ്. റെഗുലർ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അവിടെയുള്ള ആൾക്കാരല്ലേ, അവിടുത്തെ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് ബോഡി, അങ്ങനെയൊക്കെയുള്ള മീറ്റിങ്സ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയിൽ കണ്ടക്ട് ചെയ്യണം. അതിൻ്റെ മിനിറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ദെൻ മെയിൻറ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്, ഫയൽ ആനുവൽ റിട്ടേൺസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം. ദെൻ അടുത്തത്, ഒരു കമ്പനി ആകുമ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അത് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് അറിയാം. IPR എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഇതിന് പേറ്റൻറ്റോ അല്ല ട്രേഡ് മാർക്കോ കോപ്പി റൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, സെക്ടർ സ്പെസിഫിക് കംപ്ലയൻസസ്. ദെൻ ഓക്കെ, അപ്പോൾ അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ളതാണ്. ഇൻഡസ്ട്രി സ്പെസിഫിക് ലോസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും, അല്ലേ? ഓരോ ഇതിലിപ്പോൾ സിവിലിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, KMBR, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് റെഗുലേഷൻസ് വെച്ചിട്ട്, പഞ്ചായത്ത് KPBR, കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് ഒക്കെ വെച്ചിട്ടല്ലേ. അപ്പോൾ അങ്ങനെ എന്താണോ സെക്ടർ, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കംപ്ലയൻസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് കീപ്പ് ചെയ്യണം. അതിൻ്റെ ലൈസൻസും അതിൻ്റെ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് പറയുന്നത് കേട്ടോ. രജിസ്റ്റർ ചെയ്യണം, പ്രോപ്പറായിട്ട് ആ ബിസിനസ് രജിസ്റ്റർ ചെയ്യണം, ടാക്സിൻ്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം, എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, എംപ്ലോയേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ട്രേഡ് ലൈസൻസ്, എന്താണോ നിങ്ങളുടെ ട്രേഡ് അതിനനുസരിച്ചുള്ള ലൈസൻസും ഉണ്ടാവണം. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ്, അവിടെ എന്തുണ്ടാവണം, ഓഡിറ്റ് കാര്യങ്ങൾ നടത്തണ്ടേ. അവിടെ വരുന്ന ആനുവൽ റിട്ടേൺ എത്രയാണ്, ആനുവൽ എന്താ പറയുക ഇൻകം എത്രയാണ്, അതിൻ്റെ ഔട്ട് ഗോയിങ് എത്രയാണ്, അപ്പോൾ അതിനനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം. അതിൻ്റെ ബുക്കും കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ്. കമ്പനീസ് ആണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അത് എല്ലാ പ്രോഡക്റ്റിനൊന്നും ഉണ്ടാകൊള്ളണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. സെക്ടർ സ്പെസിഫിക് കംപ്ലയൻസ്. അപ്പോൾ ദീസ് ആർ ദി സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് വഴി ഇതാണ്. ഓക്കെ, അതായത് ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ
അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ലീഗൽ ബൗണ്ട്സ് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസിൽ വരുന്നത്. ഓക്കെ, ദെൻ അത് തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്, ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് എൻഷുവേഴ്സ് എ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദി കമ്പനി ആൻഡ് ദ വെൽഫെയർ ഓഫ് ദി എംപ്ലോയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീഗൽ ഫ്രെയിംവർക്ക്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലീഗൽ ബൗണ്ട് ആയിട്ട് ആ ഒരു ഡോക്യുമെന്റ്സ് വേണം. ഏതൊക്കെയായിരുന്നു? ബിസിനസ് രജിസ്ട്രേഷൻ, ദെൻ ടാക്സ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, നൗ അടുത്തത് അതുപോലെ ഇതൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സും കൂടി അതിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ബിസിനസ് ടാക്സിൻ്റെ കാര്യങ്ങൾ വേണം, ലൈസൻസ്, പെർമിറ്റ്സ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് അത് വേണമെങ്കിൽ അവിടെ എഴുതാം കേട്ടോ. ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ വേണം പ്രോപ്പറായിട്ട്, ബിസിനസ് ബാങ്ക് അക്കൗണ്ട്, ലീഗൽ ഡോക്യുമെൻറ്റ്സ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ലേബർ ലോസ് അത് അവിടെ എഴുതാം. ലേബർ അല്ലേ, നമ്മൾ എംപ്ലോയീസിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞില്ലേ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെയുള്ള ലേബേഴ്സിനൊക്കെ എന്തുണ്ടാവണം, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ലേബർ ലോ ആയിട്ട് കംപ്ലൈഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, ലേബർ ലോ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് ബിസിനസ്. ടൈപ്സ് ഓഫ് ബിസിനസ് ഈ ക്വസ്റ്റ്യൻ വരാം. ആ ടൈപ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വേഗം പറഞ്ഞു വിടാം നമുക്ക്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരാളാണ് എങ്കിലാണ് അതിനെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 പേര് ചേർന്നിട്ടുള്ള കമ്പനി ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, അപ്പോൾ അംബാനിയുടെ അതൊക്കെയാണ് പ്രൈവറ്റ്. ദെൻ ലിമിറ്റഡ് LLP എന്ന് പറയുന്നുണ്ട്. ഹൈബ്രിഡ് സ്ട്രക്ചർ കമ്പയറിംഗ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് എ കമ്പനി. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബിസിനസ് ആയിരുന്നു. ഇത് ടൈപ്സ് ഓഫ് ബിസിനസ് എന്നാണ് കേട്ടോ അതിന് ചോദ്യം. ടൈപ്സ് ഓഫ് ബിസിനസ് ഫോർമേഷൻസ്, ടൈപ്സ് ഓഫ് എങ്ങനെയാണ് ബിസിനസ് ഫോം ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഇതാണ് ടൈപ്സ് ആണിത്. സോൾ ആയിട്ടാവാം അല്ലെങ്കിൽ കമ്പനി ആയിട്ടാവാം, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു ഹൈബ്രിഡ് ആണെന്നാണ് പറയുന്നത്. ഇത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഹൈബ്രിഡ് ആണ്. ഷോയിങ് ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. ഓക്കെ, 1 person കമ്പനി, ദെൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് മനസ്സിലായില്ലേ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ? ബിസിനസ്, ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ അതാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഫോർമേഷൻ. ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് പറയുമ്പോൾ എന്താ, ബിസിനസ് ഫോർമേഷൻ ഇത് നമ്മൾ പറഞ്ഞു പല ടൈപ്പിൽ, ഇതൊക്കെയാണ് ബിസിനസ് ഫോർമേഷൻസ്. ദെൻ വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് പറയുമ്പോൾ ലീഗൽ ഫ്രെയിംവർക്കിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് പറയുന്നത്. ലീഗലായിട്ട് എന്തൊക്കെ വേണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെയാണ് വേണ്ടത്, ലീഗലായിട്ട് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ലേബർ ലോയുടെ കാര്യമൊക്കെ അവിടെ നിന്നും കൂടി കയറ്റി ഇവിടെ എഴുതണം. ഓക്കെ, ദെൻ കോമൺ ടാക്സ് കംപ്ലൈൻസസ്. അപ്പോൾ അത് ടാക്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ, ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആനുവലായിട്ട് നമ്മൾ റിട്ടേൺ സമർപ്പിക്കേണ്ടതാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇത്ര ലിമിറ്റിൻ്റെ മുകളിൽ വരികയാണെങ്കിലാണ് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇൻകം ടാക്സ്. GST എന്ന് പറയുമ്പോൾ മന്ത്ലി കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ ഏതൊരു ഫാക്ടറി കമ്പനിയൊക്കെ ആണെങ്കിലും മന്ത്ലി ആണ്, ക്വാർട്ടർലി ആണ് GST ഫയൽ ചെയ്യേണ്ടത്. ദെൻ TCS എന്നൊക്കെ പറയുന്ന ഡിഡക്റ്റ് ആൻഡ് റെമിറ്റ് ടാക്സ് അറ്റ് ദി സോഴ്സ് ആസ് പെർ ദി പ്രൊവിഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ടാക്സ് കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ഇതും എന്താണ് ടാക്സ്, നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇവിടെ നേരത്തെ ഇതിൽ പറഞ്ഞ ടാക്സ് രജിസ്ട്രേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടാക്സ് രജിസ്ട്രേഷൻസ് ചെയ്യുമ്പോൾ വി ആർ ഒബ്ലിജ് ദാറ്റ് നമ്മൾ ഈ ഒരു ഇതൊക്കെ ഈ ഒരു പ്രോപ്പറായിട്ട് ഇതിന് കംപ്ലൈ ചെയ്യുമെന്നാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിസിനസ് ഫോർമേഷൻ. അപ്പോൾ അത്രയാണ് ഈ ഒരു ഹാഫിൽ വരുന്നത്. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു IPR. എന്താണ് ഈ IPR? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതാണ് IPR. എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്, അതായത് ബേസ്ഡ് ഓൺ അവർ ഇൻ്റലക്റ്റ് ഓർ വിസ്ഡം, നമ്മൾ എന്താണ് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിസ്ഡം ഉപയോഗിച്ചിട്ട് നമ്മൾ ചില പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ചില പ്രോസസ്സുകൾ അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഐഡിയ ആണല്ലോ അത്, വേറെ ആരും തട്ടിയെടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ പേരിലേക്ക് ആക്കണ്ടേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ ഒരു IPR എന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിസ്ഡം യൂസ് ചെയ്തിട്ട്, ഇൻ്റലക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാവും ചില പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാണ്
നമ്മുടെ പ്രോപ്പർട്ടീസ് എന്താവാം, പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, അങ്ങനത്തെ എന്തും ആവാം, ടെക്നോളജി ആവാം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ സിനിമയാവാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമയാവാം, മ്യൂസിക് കോമ്പോസിഷൻ ആവാം. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇത് വേറെ ആൾക്കാർ തട്ടിയെടുക്കാം. അപ്പോൾ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനെയാണ് എന്താ പറയുന്നത്, IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെ നമ്മൾ കരസ്ഥമാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയണേ, നമ്മുടെ ഈ ഒരു ആശയം വേറെ ആരും എടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഇത് വാങ്ങിക്കുകയാണ്, ഒരു പകർപ്പ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പകർപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റൈറ്റ്സ് കിട്ടുകയാണ്. കോപ്പി റൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ റൈറ്റ് കിട്ടുകയാണ്. അതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പറയുന്നത്. അപ്പോൾ അത് 4 തരത്തിലാവാം. പേറ്റന്റ് എന്നുള്ള രീതിയിലാവാം, ട്രേഡ് മാർക്ക് എന്നുള്ള രീതിയിലാവാം, കോപ്പി റൈറ്റ് ആവാം, ട്രേഡ് സീക്രട്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ടൈപ്സ് ഓഫ് IPR. ഓക്കെ, ഇനി എന്താണ് ലീഗൽ? അപ്പോൾ ഇതും എന്താണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. IPR റെഫേഴ്സ് ടു ദി ലീഗൽ പ്രൊട്ടക്ഷൻസ്. നിങ്ങളുടെ ഒരു ക്രിയേഷൻസോ ഇൻവെൻഷൻസോ ഇന്നോവേഷൻസോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലീഗൽ പ്രൊട്ടക്ഷൻ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കിട്ടും. അപ്പം അതിനെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിവാർഡ് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഇൻ്റലക്ച്വൽ എഫേർട്ട്, നമ്മുടെ എഫേർട്ടിന്, ഇൻ്റലക്ച്വൽ എഫേർട്ടിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. മീൻസ് അംഗീകാരമല്ല, അതിൻ്റെ ആ ഒരു ഇതാണ്, റൈറ്റാണ് ഇതെന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ if you are getting an intellectual property right, it means you are the full authority for your product അല്ലെ. നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംവിധായകനാണെങ്കിൽ ആ ഒരു സിനിമ നിങ്ങളുടെ തന്നെയാണെന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ്, റൈറ്റ് കിട്ടുന്നതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ്. അപ്പോൾ ആ ഒരു റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും, വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസ് ചെയ്യാനും പ്രോഫിറ്റ് അതിൽ നിന്ന് ക്രിയേഷൻസ് ഉണ്ടാക്കാനൊക്കെ പറ്റും. ആ ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് ഇത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പോൾ അത് നമ്മുടെ ഇതിൽ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ IPI എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പേറ്റൻ്റൊക്കെ കിട്ടാനായിട്ട് സമർപ്പിക്കേണ്ടത് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാതും ആണെങ്കിലും പേറ്റൻ്റ് ആണ്, ട്രേഡ് മാർക്കിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിലാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ സൈറ്റിലാണ് ഉണ്ടാവുക. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സൈറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ IPR എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇത് ഇനി 4 ടൈപ്പ് IPR പഠിക്കണം. പേറ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് തരം വസ്തുവിനാണ് പേറ്റന്റ് കിട്ടുക? ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്, മരുന്നുകൾ, ഇൻഡസ്ട്രിയൽ മെഷീനറി ഒക്കെയാണ് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് എങ്കിൽ, മൊബൈൽ ഫോൺ ടെക്നോളജി, ബയോടെക്, ഓർഗാനിക് കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, അപ്ലയൻസസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പേറ്റന്റ് കിട്ടാം. ലീഗൽ പ്രൊട്ടക്ഷൻ അല്ലേ, നിങ്ങൾ പുതിയൊരു ഇന്നോവേഷൻ കണ്ടുപിടിച്ചു, പ്രോസസ്സ് കണ്ടുപിടിച്ചു, ഡിസൈൻ കണ്ടുപിടിച്ചു, അത് നോവലാണ്, വേറെ എവിടെയില്ല, നോൺ ഒബ്വിയസ് ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പറഞ്ഞ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ പ്രോഡക്റ്റിന് പേറ്റന്റ് വാങ്ങിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പേറ്റന്റ് ഫസ്റ്റ് വൺ. ഇനി പേറ്റന്റ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം യൂസിങ്, മേക്കിംഗ് ആൻഡ് സെല്ലിങ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇതായി മാറി, അപ്പോൾ നമ്മുടെ പേരിലാണ് അത് വരിക, ഇന്ന ആളുടെ പേരിൽ എന്ന് പറഞ്ഞിട്ടാണ് പേറ്റന്റ്, ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. സോ യു ഹാവ് ദി സോൾ അതോറിറ്റി ടു യൂസ്, മേക്ക് ആൻഡ് സെൽ അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേരിലില്ലെങ്കിൽ എന്തുണ്ടാവും, വേറെ ആരെങ്കിലും കോപ്പി പിടിച്ച് കഴിഞ്ഞാൽ അവർക്കത് വെച്ചിട്ട് കുറേ കോപ്പീസ് ഇറക്കാം. ബുക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആലോചിച്ച് നോക്കും, നിങ്ങളൊരു കവിത എഴുതുകയാണെങ്കിൽ അത് വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർക്കത് കോപ്പി ചെയ്യാം. പക്ഷേ ഇത് നിങ്ങളുടെ കയ്യിലുള്ള, ഇപ്പോൾ ഒരു പേറ്റന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ മറ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. മനസ്സിലായോ? കാരണം അപ്പോൾ അതാണ് പേറ്റന്റിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നൗ അതിനൊരു എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ പേറ്റന്റ് കിട്ടുന്നുണ്ടാവുക. അടുത്തത് ടൈപ്സ് ഓഫ് പേറ്റന്റ്, യൂട്ടിലിറ്റി, ഡിസൈൻ പേറ്റന്റ്, പ്ലാൻ പേറ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു നോക്കിയാൽ മതി. ന്യൂ മെഷീനറി ഒക്കെയാണ് യൂട്ടിലിറ്റി പേറ്റന്റ് എന്ന് പറയുന്നത്. ഓർണമെന്റൽ ഡിസൈൻ ആണ് ഡിസൈൻ പേറ്റന്റ്. അപ്പം അങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. യൂഷ്വലി 20 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളും വരിക എന്നാണ് പറയുന്നത്. ദെൻ ഇതെങ്ങനെയാണ് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റി എങ്ങനെയാണ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് എങ്ങനെയാണ് ചെയ്യുക, ആ പേറ്റന്റ് ഓഫീസിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുക. ഇപ്പോൾ ഓൺലൈനാണ്, അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അതിൻ്റെ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പേറ്റന്റ് അവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ നോവലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പുതുമയുള്ള പ്രൊഡക്റ്റാണ് അതാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവർ നമ്മുടെ പേരിൽ പേറ്റന്റ് അടിച്ചു തരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊന്നും ചോദിക്കാൻ അങ്ങനെ ചാൻസ് ഇല്ല, ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ, അത് നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അതിലെന്താണ് കണ്ടോ, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. റിക്വസ്റ്റ് ഇത് ചെയ്യുക, അത് അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അടുത്ത ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രേഡ് മാർക്ക് ഒരു വേർഡ്, ഫ്രേസ്, സിമ്പൽ ഓർ ഡിസൈൻ, ഒരു ടാഗ് ലൈൻ പോലെയൊക്കെ ആ പ്രൊഡക്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ അതാണ്. ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ തന്നെ അല്ലേ എഴുതാൻ പാടുള്ളൂ, വേറെ ആരും ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ മീൻസ് അത് ശരി ഗൂഗിളിൽ നിന്ന് അങ്ങനെ എഴുതാം. അതുപോലെ യൂട്യൂബിൻ്റെ രീതി, ട്രേഡ് മാർക്കിംഗ് രീതി ഇങ്ങനെയാണ്. eBay കണ്ടോ. അപ്പോൾ എന്താണ് ട്രേഡ് മാർക്ക്? ട്രേഡ് മാർക്ക് ഇസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇത് വേറെ ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ, ഈ ഗൂഗിൾ എന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഗൂഗിളിന് അതെന്ത് ചെയ്യാം, ഇത് കൊടുക്കാം, കേസ് കൊടുക്കാം. കാരണം അത് അവരുടെ ട്രേഡ് മാർക്ക് അങ്ങനെയാണ്. അപ്പോൾ അതിന് എന്താണ്, ട്രേഡ് മാർക്ക് ഇസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ദാറ്റ് കൺസേൺ വേർഡ്, ഫ്രേസ്, സിമ്പൽ, ഡിസൈൻ ഓർ കോമ്പിനേഷൻ ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം ഫോർ എക്സാമ്പിൾ ലോഗോ, ബ്രാൻഡ് നെയിംസ്, ടാഗ് ലൈൻസ് അല്ലേ, ജസ്റ്റ് ഡു ഇറ്റ് എന്നൊക്കെ പറയുന്ന പരസ്യവാചകങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് ട്രേഡ് മാർക്കായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കുക, കുറേ പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂഷ്വലി ലിറ്റററി, ആർട്ടിസ്റ്റിക്, മ്യൂസിക്, ബുക്ക്, ആർട്ട്, സിനിമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കോപ്പിറൈറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് വായിച്ചാൽ മനസ്സിലാവും. ബുക്സിനും മ്യൂസിക്കിനൊക്കെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണിത്. അടുത്തത് കണ്ടോ, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ കോപ്പിറൈറ്റ് കിട്ടാനും പേറ്റന്റിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്, ആ സൈറ്റിൽ പോയിട്ട് തന്നെയാണ് ചെയ്യുക. ലാസ്റ്റ് വൺ ട്രേഡ് സീക്രട്ട്. ട്രേഡ് സീക്രട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺഫിഡൻഷ്യൽ പീസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഗിവ്സ് എ ബിസിനസ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. പർപ്പസ് ഫോർ എക്സാമ്പിൾ കൊക്കക്കോള റെസിപ്പി, ഗൂഗിളിൻ്റെ സെർച്ച് അൽഗോരിതം, ഇതൊക്കെ ട്രേഡ് സീക്രട്ട് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അഥവാ ഇതിപ്പോൾ വേറെ ആർക്കും അതിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ അൽഗോരിതം ഒക്കെ റിവീൽ ചെയ്ത് പുറത്തൊക്കെ പറയുകയാണെങ്കിൽ ആക്ച്വലി അത് അവർക്ക് എന്ത് ചെയ്യാം, കേസൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കോൺഫിഡൻഷ്യൽ പീസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഗിവ്സ് എ ബിസിനസ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതൊരു ലീഗലി പ്രൊട്ടക്ട് ചെയ്ത് വെക്കുകയാണ്. അവരുടെ ട്രേഡ് സീക്രട്ട് ഈസ് ലീഗലി പ്രൊട്ടക്റ്റഡ്. സോ ഇഫ് എനിബഡി ഈസ് മിസ്യൂസിങ് ഇറ്റ്, ദ ഓണർ ഹാസ് ദി റൈറ്റ് ടു ഫയൽ ദി കേസ് അഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ ആ രീതിയിലാണ് ട്രേഡ് സീക്രട്ട് വരിക. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ പഠിക്കണം, അല്ല മീൻസ് ഇതൊക്കെ വായിച്ചു നോക്കാം. ട്രേഡ് സീക്രട്ട് കൊക്കക്കോളയുടെയും KFCയുടെ ഒക്കെ റെസിപ്പിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതെന്തായാലും പഠിക്കുക, അതൊക്കെ പഠിക്കുക. ഇത് നന്നായിട്ടും പഠിക്കുക. പേറ്റന്റ് എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇൻവെൻഷൻസ്, പ്രോസസ്, ഡിസൈൻസ് ആണ്. ട്രേഡ് മാർക്ക് ആണെങ്കിൽ കണ്ടോ, കോപ്പിറൈറ്റ് ആണെങ്കിൽ ഇനി അതിൻ്റെ കീ റിക്വയർമെൻറ്റ്, എത്ര കാലത്തേക്കാണ് പേറ്റന്റ് കിട്ടുക, ട്രേഡ് മാർക്ക് എത്ര കാലത്ത്, അത് ഇൻഡെഫിനിറ്റ് ആണ് അല്ലേ. അത് ഇങ്ങനെ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. കോപ്പിറൈറ്റ് ഒക്കെ ഒരു 50-70 വർഷത്തേക്കാണ് കിട്ടുക എന്നൊക്കെ പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ എവിടെ പോയാലാണ് ഇത്, നമുക്ക് പേറ്റന്റ് ഓഫീസിൽ പോയാലാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, നൗ എന്തിനാണ് നമ്മളെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നിങ്ങളുടെ പ്രോഡക്റ്റിന് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ആയാലാണ് നമുക്ക് ആ ബ്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ മിസ്യൂസ് ചെയ്യും. അതുപോലെ ഒരു IPR ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണ്, ഇറ്റ് ആഡ് വാല്യൂ. അപ്പോൾ എന്താവും, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും ആ കമ്പനിക്ക്. നിങ്ങളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പേറ്റൻ്റ് ഉള്ളത് ആ പ്രോഡക്റ്റാണ് എൻ്റെ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ബയേഴ്സ് വിൽ കം. സോ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഫെയർ കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു പേറ്റൻ്റ് ഉള്ള പ്രൊഡക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇതാണ്. അതുപോലെ പ്രൊമോട്ട് ഇന്നോവേഷൻ, അതുപോലെ എൻകറേജസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബൈ പ്രൊട്ടക്റ്റിംഗ് ക്രിയേറ്റീവ്. ഈ ക്രിയേറ്ററിൻ്റെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്ററിന് എന്താണ്, ഒരു സുരക്ഷിതത്വം തോന്നില്ല, ഒരു സേഫായിട്ട് തോന്നും. അപ്പോൾ അയാൾക്ക് കൂടുതൽ ചിന്തിക്കാനും ഇന്നോവേഷൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് വരും. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു IPR എന്നുള്ളൊരു കാര്യമുള്ളത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ആൾക്കാർക്ക്, ഇന്നോവേറ്റേഴ്സിനൊക്കെ അതൊരു ധൈര്യമാണ്. അപ്പോൾ നമ്മുടെ സാധനം വേറെ ആരും കോപ്പിടിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഇതാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് വൈ IPR മാറ്റേഴ്സ്. ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത്ര ഒരു ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ. അപ്പോൾ ഇതിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ കുഴപ്പമില്ല. അതായത് പേറ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സെക്യൂർ. ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, പേറ്റന്റിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം അതിൽ ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഒക്കെ പേറ്റന്റ് ചെയ്യപ്പെടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ടെക്നിക്കൽ ഇന്നോവേഷൻ ആണെങ്കിൽ പേറ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, പേറ്റന്റ് പ്രൊട്ടക്ഷൻ ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. അതുപോലെ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെഗുലർ മെയിൻ്റനൻസ് ചെയ്യണം, എൻഫോഴ്സ് പേറ്റന്റ് റൈറ്റ്സ്, ലൈസൻസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ട്രേഡ് മാർക്ക് ആണെങ്കിൽ നമ്മൾ എന്താണ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടത്? സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്റ്റിംഗ്. ഓക്കെ, ട്രേഡ് മാർക്ക് എന്നുള്ള രീതിയിലാണ് കിട്ടണമെങ്കിൽ ലോഗോ, നെയിംസ്, സ്ലോഗൻസ് ഒക്കെയാണല്ലോ ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രേഡ് മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് റൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, മോണിറ്റർ, റിന്യൂ ചെയ്യണം രജിസ്ട്രേഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്ട്രാറ്റജി. ട്രേഡ് മാർക്കിൻ്റെ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് പോകാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ്. സിമിലർലി കോപ്പി റൈറ്റിൻ്റെയും ട്രേഡ് സീക്രട്ടിൻ്റെയും പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ മറ്റേ ജനറലായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ദെൻ സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് IPR ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ്. അപ്പോൾ പേറ്റന്റ് എന്ന് പറയുന്നത് ഇത് സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. പേറ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതാണ് ഏതിനാണ്, ഇൻവെൻഷനൊക്കെയാണ്. ട്രേഡ് സീക്രട്ട് ആകുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളതിനാണ് നോക്കുക. ദെൻ അടുത്തത് റോൾ ഓഫ്, ഇത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഈസി ഓൾസോ, റോൾ ഓഫ് IPR ആൻഡ് സെക്യൂറിങ് ഫണ്ടിങ്. അപ്പോൾ എന്താണ് IPR എന്നുള്ളത്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉള്ളതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് പേറ്റന്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ പേറ്റന്റ് ഉള്ള സോപ്പാണ് നിങ്ങളുടെയെങ്കിൽ എന്തുണ്ടാവും? അപ്പോൾ അതിൽ ഫണ്ടിങ് കിട്ടാനുള്ള വേറെ കുറേ നിങ്ങളൊരു ഒറ്റയ്ക്ക് ഉള്ള ആളാണെങ്കിൽ, ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ കമ്പനി, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ മേ ബി പാർട്ട്നേഴ്സൊക്കെ വരില്ലേ, നല്ലൊരു ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും, ഒരു ഓണർഷിപ്പ് ആൻഡ് വാല്യൂ കൂടുതൽ കിട്ടും. അതുപോലെ ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് IPRൻ്റെ ഗുണം, IPR വരുമ്പോൾ. അതുപോലെ കൊളാട്രൽ ഫോർ ലോൺസ്. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ ഈട്, നമുക്ക് ലോണിന് വേണ്ടിയിട്ട് ഈട് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതിനെ പറ്റും ഈ പേറ്റന്റ് എന്ന് പറയുന്ന സാധനത്തിന്. മനസ്സിലായോ? ലോൺ കിട്ടാനായിട്ട് നമുക്ക് വേറെ ഒന്നും വെക്കണ്ട. ലോണ് കിട്ടാനായിട്ട് നമ്മുടെ വീടിൻ്റെ ആധാരം വെക്കുക എന്ന് പറയുന്ന പോലെ നമുക്കൊരു പേറ്റന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊളാട്രലായിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദെൻ എഗെയിൻസ്റ്റ് മാർക്കറ്റ് റിസ്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പേറ്റന്റ് ഉള്ളതാകുമ്പോൾ ഒരു ഇതല്ലേ, റിസ്ക് ഓഫ് പ്രശ്നങ്ങൾ വരില്ല. അതുപോലെ വെൽ ഡോക്യുമെൻറ്റഡ് IP പോർട്ട്ഫോളിയോ ഇൻക്രീസസ് വാല്യുവേഷൻ ഓഫ് ദി പ്രോസസ്സ്. നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിൻ്റെ ബിസിനസ്സിൻ്റെ വാല്യൂ ആഡ് ഓൺ ചെയ്യും നമ്മുടെ ഈ IPR. മേ ബി അത് പേറ്റൻറ്റോ കോപ്പിറൈറ്റോ ട്രേഡ് മാർക്കോ ഏതോ രീതിയിലുള്ളതാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് IPR ഏതെങ്കിലും 4 IPRൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഈ വക ഗുണങ്ങളൊക്കെ അത് ഗുണം ചെയ്യും. ഓക്കെ, ദെൻ റെഡ്യൂസസ് ലീഗൽ ആൻഡ് ഓപ്പറേഷൻ റിസ്ക്. അതുപോലെ കണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കോപ്പിറൈറ്റ് ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യില്ലേ, വീഡിയോ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മേ ബി അപ്പോൾ അതിന് പ്രശ്നങ്ങൾ ഇത് വരാൻ കാരണം ഒരു കോപ്പിറൈറ്റുള്ളൊരു അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ്റെ ഒരു മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് ലീഗലായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇയാളുടെ കയ്യിലടുത്ത് തന്നെ സുരക്ഷിതമായിരിക്കും അല്ലേ, അതിൻ്റെ ക്രിയേറ്ററിൻ്റെ കയ്യിൽ തന്നെ അത് സുരക്ഷിതമായിട്ട് ഇരിക്കും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചോളൂ. ദെൻ അടുത്തത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പറയുമ്പോൾ എന്താണ്, വേറെ ഇപ്പോൾ IPR ഉള്ള ഒരാളും ഇല്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി IPR ഉള്ള ആൾക്കാണ് അതിൽ ഇത് വരിക, കൂടുതലും ഗുണം വരിക. ഓക്കെ, ഇൻഡസ്ട്രിയൽ IPR ബിസിനസ് ഗെയിൻ ഓർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ബൈ പ്രൊട്ടക്ടിങ് ദ ലുക്ക് ഓഫ് ദി പ്രൊഡക്റ്റ് വിത്ത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. IPRൻ്റെ ഒരു ലേബൽ വരുമ്പോൾ അതിനൊരു ഗുണം വരും. ദെൻ പ്രൊട്ടക്ടിങ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഐഡിയ വിത്ത് കോപ്പി റൈറ്റിൻ്റെ ഒരു വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഗുണമുള്ളതാണ്, ഒത്തൻറ്റിക് ആയിരിക്കും. ദെൻ കമേഴ്ഷ്യൽ ഇൻഫർമേഷനും കമേഴ്ഷ്യലൈസേഷനൊക്കെ കൂടുതലും നല്ലതായിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ദെൻ അടുത്തത് ഇത് കഴിയും. ഇനി അടുത്ത ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരു സ്ട്രോങ് ടീം, അതായത് ഇപ്പോൾ ഒരു നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൽ കുറേ
കൂട്ടാളികൾ ഉണ്ടായിരിക്കില്ലേ. ഓക്കെ, പിന്നെ അതുപോലെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ടീം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടീം ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിങ് എ സ്ട്രോങ് ടീം ഫോർ യുവർ ബിസിനസ് ഓർ ഓൺടർപ്രണർഷിപ്പ്? നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിന്, നിങ്ങളുടെ കമ്പനിയിൽ നല്ലൊരു സ്ട്രോങ് ടീം ഉണ്ടാവുന്നതിൻ്റെ കാര്യം എന്താണ്? അല്ല, നല്ല ടീം ഉണ്ടെങ്കിലാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, ഇന്നോവേഷൻ ഉണ്ടാവുള്ളൂ, പ്രോബ്ലം സോൾവിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഗോൾ അലൈൻമെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു സ്ട്രോങ് ടീം വേണം. അതുപോലെ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലല്ലേ, ഒരുപാട് നല്ല ആൾക്കാരുണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ, അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്, മൊറേൽ, ബിൽഡ് ട്രസ്റ്റ്, ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നല്ല ടീം വേണം. സ്ട്രോങ് ടീം എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉള്ള നല്ല ടീം വേണം. ഓക്കെ, ദെൻ കീ എലമെൻറ്റ് സ്ട്രോങ് ടീം ഹാവിങ് റൈറ്റ്, നല്ല ആൾക്കാർ വേണം, കമ്മിറ്റ്മെൻറ്റുള്ള ആൾക്കാർ വേണം, ഷെയർഡായിട്ടുള്ള അത് വേണം, കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ടീം, ഒരു സ്ട്രോങ് ടീം, നിങ്ങളൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കോളേജിൽ തന്നെ പോകുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഫോം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിലൊരു 10 പേരുടെ ഒരു ടീം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൽ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും? അപ്പോൾ അത് എങ്ങനെയായിരിക്കും? അപ്പോൾ കൺസിഡർ ദ സ്ട്രെങ്ത് അല്ലേ, എല്ലാവരുടെയും സ്കില്ലുകൾ. ചില ആൾക്കാർക്ക് എന്തായിരിക്കും, തിങ്കിങ് സ്കില്ലായിരിക്കും ഉണ്ടാവുക, ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും ഉണ്ടാവുക, ചിലർക്ക് ഇംപ്ലിമെൻറ്റേഷൻ സ്കില്ലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പല മിക്സ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഏതാണ് ചോദ്യം? ആ ഒരു സ്ട്രോങ് ടീമിൻ്റെ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ കൺസിഡർ ദ സ്ട്രെങ്ത്, എന്നിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തർക്കും അവരുടെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള റോളുകൾ കൊടുക്കുക. റിയാസസ് റോൾസ്, അപ്ഡേറ്റ് റോൾസ്, പ്രോജക്റ്റ് പ്രോസസ് പീരിയോഡിക്കലി. അതുപോലെ എപ്പോഴും ഒരേ റോള് കൊടുക്കാതെ അവർക്ക് വർക്ക് ചേഞ്ചും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ ഒരു ടീമിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു ലീഡർ ഉണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞതല്ലേ, ലീഡർ ഉണ്ടായിരിക്കും. ലീഡറാണ് ഓരോരുത്തർക്കുള്ള വർക്ക് കോർഡിനേറ്റർ. അപ്പോൾ ആളാണ് എല്ലാവർക്കുള്ള വർക്ക് അസൈൻ ചെയ്യുക. ചലഞ്ചർ ഉണ്ടായിരിക്കും. ചലഞ്ചർ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഇഫക്റ്റീവ്നെസ് അല്ലേ, ഒരു സൂപ്പർവൈസ് ചെയ്യുന്ന പോലെ അത് ക്വസ്റ്റ്യൻ ഇഫക്റ്റീവ്നെസ്സിനെ ചോദ്യം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുണ്ടാവും. ഷേപ്പർ ത്രൈവ്സ് ഓൺ പ്രഷർ ആൻഡ് ഡ്രൈവ്സ് ദ ടീം ഫോർവേഡ്, മുന്നോട്ട് നയിക്കാനുള്ള രീതിയിലൊരു ഷേപ്പർ ഉണ്ടായിരിക്കും. ടീം വർക്കർ ഉണ്ടായിരിക്കും. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ലിസൺ ചെയ്തിട്ട് എൻകറേജസ് കോർപ്പറേഷൻ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം. മോണിറ്റർ ഇവാലുവേഷൻ, ദെൻ സ്ട്രാറ്റജിക് ആൻഡ് മീൻസ് ഒബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരാളുണ്ടായിരിക്കണം. ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പ്രാക്ടിക്കൽ ആൻഡ് എഫിഷ്യൻ ആയിട്ടുള്ള അല്ലേ, ഇങ്ങനത്തെ കുറേ ജോബ് റോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടീം റോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുമുള്ള ആൾക്കാരായിരിക്കണം. ഒരു മിക്സ് ഓഫ് ആൾക്കാരുണ്ടെങ്കിലാണ് നിങ്ങളുടെ കമ്പനി നല്ല രീതിയിലാവുള്ളൂ. ഓക്കെ, അതുപോലെ സ്കിൽ സെറ്റ്സ്. അപ്പോൾ ഇതെന്തായിരുന്നു? ഇത് ഫസ്റ്റ് വൺ വരുന്ന ഐഡൻറ്റിഫൈ റോൾസ് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ റോൾസ് പറയുന്നത്. ദെൻ അവരുടെ ഒരു ടീമിൽ, സ്ട്രോങ് ടീമിൽ സ്കിൽ സെറ്റ്സ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് ലിസണിങ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്കിൽസും അവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ടീം ഡൈനാമിക്സ് പറയുമ്പോൾ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് നല്ല സ്ട്രോങ് ടീം ആകുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ്, റോൾ ക്ലാരിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സ് പക്കയാവും. അപ്പോൾ ആ രീതിയിൽ ആ ടീം നല്ല രീതിയിൽ ഇതാവും. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. മേ ബി ഇതൊക്കെ ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ടീം ഡൈനാമിക്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം മനസ്സിലാക്കുക, ഇത് ഒരു കമ്പനിയിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങൾ അല്ലേ പലതരത്തിലുള്ള ആൾക്കാർ ചേർന്നിട്ടല്ലേ ആ സ്റ്റാർട്ടപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഐഡൻറ്റിഫൈ. ദെൻ അടുത്തത് ഇപ്പം ഇത്രയാണ് ആ ഒരു സ്ട്രോങ് ടീമിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്തത് പെയിൻ പോയിന്റ്സ്. പെയിൻ പോയിന്റ് എന്താണെന്നുള്ള ചോദ്യം വരാം. പെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദി പ്രോബ്ലം ഓർ ഒബ്സ്റ്റക്കിൾ വൈൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഈ സമ്മറി ഓഫ് ദി പെയിൻ പോയിന്റ് എന്ന് പറയുന്നതാണിത്. അതായത് ഇപ്പോൾ പെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യാനാണല്ലോ നിങ്ങളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ ഓഫർ ചെയ്യുന്ന ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സോപ്പ്, ഹൈജീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ അല്ലേ, ബാത്തിങ് സോപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഹൈജീൻ വേണം. അപ്പോൾ അതിന് ഹൈജീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ അതിനുള്ള രീതിയിലുള്ള ഇമോഷണൽ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ സോപ്പ്. അപ്പോൾ ആ രീതിയിൽ എടുക്കുക. അപ്പോൾ പെയിൻ പോയിന്റ് ഇസ് ദ ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദി പ്രോബ്ലം ഓഫ് ദി ഒബ്സ്റ്റക്കിൾ
വൈൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇസ് എ സമ്മറി ഓഫ് ദാറ്റ് പെയിൻ പോയിന്റ്. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചോളൂ. പെയിൻ പോയിന്റ് കേട്ടോ. ഓക്കെ, ബിസിനസ് പെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് പെയിൻ പോയിന്റ്സ് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്, സിസ്റ്റംസ്, എംപ്ലോയി ടേൺ ഓവർ, അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ പെയിൻ പോയിന്റ്സ്, പ്രോബ്ലംസ് വരാം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ആ ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ദെൻ പെയിൻ പോയിന്റ്സ് പറയുമ്പോൾ ഇഷ്യൂസ്, പ്രോബ്ലംസ് തന്നെയാണ്. അപ്പോൾ ആ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒബ്സർവേഷൻ ചെയ്യണം, ഫീഡ്ബാക്ക് പ്രോപ്പറായിട്ട് എടുക്കണം. ദെൻ അവിടുത്തെ ഇഷ്യൂസിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് ദെൻ ഫ്രം ദി കസ്റ്റമേഴ്സ് ഓർ എംപ്ലോയേഴ്സ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദി പ്രോബ്ലം ഓർ ഒബ്സ്റ്റക്കിൾ. ഒരു കമ്പനിയിൽ എന്തെങ്കിലും അല്ലേ, കമ്പനിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് പറയണേ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയി സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ഡോണ്ട് അലൈൻ, ലോ പെർഫോമിംഗ് ടീംസ്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളാണ്, ഒരു കമ്പനിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇതാണ് ബിസിനസ്സിലെ പെയിൻ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഈ പെയിൻ പോയിന്റ്സിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റിനെയാണ് നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റിനെയാണ് പെയിൻ പോയിന്റ് എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ സോപ്പിൻ്റെ എക്സാമ്പിൾ പറയണ്ട. ഒരു ബിസിനസ്സിൽ, ഒരു കമ്പനിയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളതൊരു പ്രശ്നമല്ലേ അല്ലേ? ഒരാൾ വേറെ ആളോട് കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എല്ലാവരും. അതുപോലെ മിസ്ഡ് ഡെഡ് ലൈൻസ്, സ്കിൽ ഷോർട്ട് ഫോൾസ്, ചില ആൾക്കാർക്ക് സ്കിൽസിൻ്റെ ഒരു ഇത് വരുമ്പോൾ അപ്പോൾ അതിനെ ഇതാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യണം. അപ്പോൾ അത് പെയിൻ പോയിന്റ് എന്താണ്? ആ സ്കില്ല് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ട്രെയിനിങ് സെഷൻസ് കൊടുത്താൽ മതി. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മെഷർ എടുത്താൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ആ ഒരു ഇതാണ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് ദി പ്രോബ്ലത്തിനെയാണ് പെയിൻ പോയിന്റ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് ഈ ടേബിൾ വരച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ദീസ് ആർ ദി പെയിൻ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ. And if we have to find the measure, we can find the measures to overcome these pain points എന്ന രീതിയിലൊക്കെ എഴുതി വയ്ക്കാം കേട്ടോ. ദെൻ ഇതാണ്, ഇങ്ങനെയാണ് ഈ പെയിൻ പോയിന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ഒബ്സർവ് ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെയല്ലേ പെയിൻ പോയിന്റ്സ് ഉണ്ടായിരുന്നേ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതുപോലെ അവിടെ സ്കിൽസ് കുറവായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒബ്സർവ് ചെയ്യുക, ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്സ് എടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഈ സ്കില്ല് കുറവാണ്, അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് തരണം എന്ന് അവർ പറയുകയാണെങ്കിൽ അതാണ് അവരുടെ ഫീഡ്ബാക്ക്. അതിനെ അനലൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിനെ റിസർച്ച് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആൾക്കാരെ വരുത്തുന്നു, അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ സ്കില്ല് ഇതാ ഓക്കെ. ഇനി വേറെ പെയിൻ പോയിന്റ് ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മുടെ ടേബിളിൽ പറഞ്ഞത് മിസ്ഡ് അപ്പോൾ ഇതിൽ ലോ പെർഫോമിംഗ് ടീംസ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലോ പെർഫോമിംഗ് ടീംസ് ഉണ്ടെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ പറയും അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അവരെ നമുക്ക് ഹൈ പെർഫോമിംഗ് ടീമൊക്കെ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ അവരുടെ നിന്ന് ആ ഒരു ടീം മീൻസ് ആൾക്കാരെ നിന്ന് ആശയങ്ങൾ എടുക്കുക, എംപ്ലോയീസിൻ്റെ നിന്ന് നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ മീൻസ് പരിഹരിക്കാൻ, റിസോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിലൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഡിസ്കഷൻ വീഡിയോയിൽ നമ്മൾ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റേത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, നോക്കാം. ഓൺലൈനായിട്ട് തന്നെ ഒരു ക്ലാസ്സും ഉണ്ടാവും കേട്ടോ, റെക്കോർഡ് ക്ലാസ് വയ്ക്കാം ഇതുപോലെ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടപ്പ് എയിംസ് ടു ലോഞ്ച് എ മൊബൈൽ ബേസ്ഡ് ഹെൽത്ത് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യാനായിട്ട്, നമ്മുടെ BP, ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്ന എന്തോ ഒരു ആപ്പ് ഒരു സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് ഫുൾഫിൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് പറയുന്നത് എന്തായിരുന്നു? ലീഗൽ റിക്വയർമെൻറ്റ്സ് അല്ലേ?
ഓക്കെ. അപ്പോൾ ഹെൽത്ത് ട്രാക്ക് ചെയ്യുന്ന ആപ്പല്ലേ. അപ്പോൾ ആ ഒരു ആപ്പിന് എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ലീഗലായിട്ട് എന്തൊക്കെ കംപ്ലയൻസ് വേണ്ടി വരും, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറച്ച് പഠിച്ചു വെക്കുക, കാരണം ഇത് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസറിങ് നമുക്ക് ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ലോ. കാരണം നമ്മുടെ ഡാറ്റ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഡാറ്റ, നമ്മുടെ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഇതിൽ മൊബൈൽ നമ്മുടെ BP, നമ്മുടെ ഇത് ഷുഗർ, അങ്ങനെയുള്ള നമ്മുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് നമ്മൾ ഈ മൊബൈൽ ആപ്പിലേക്ക് ലിങ്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രൈവസിയാണ്. അപ്പോൾ അതിന് പ്രൈവസീനെ എന്താ പറയുക, അബൈഡ് ചെയ്യുന്ന രീതിയിൽ ലോസ് ഉണ്ട്. അപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ലോ അല്ലേ. നമ്മൾ ഡാറ്റ എങ്ങനെ നമ്മൾ ഈ യൂസറും ഈ ആപ്പും മാത്രമുള്ള രീതിയിലാണ്, വേറെ ആൾക്കും അത് കൊടുക്കാനുള്ള, ഒരു തേർഡ് പാർട്ടിക്ക് നമുക്കത് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ലോ എന്ന് പറയുന്ന ഒരു ഇത് വേണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ്. അപ്പോൾ അതിനെപ്പറ്റി ഇതിൽ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ChatGPT നിന്ന് കിട്ടിയതാണ്. ഇത്രയൊന്നും നിങ്ങൾ എഴുതണ്ട, ഫസ്റ്റ് ലൈനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ബാക്കിയുള്ളതൊന്നും വേണ്ട. എന്തെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്നുണ്ട് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിലൊക്കെ ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, ഈ ആപ്പ് അത് ശ്രദ്ധിക്കണം. മീൻസ് അവരത് അതിനനുസരിച്ചിട്ടാണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത മെഡിക്കൽ ഡിവൈസ് ആൻഡ് ഹെൽത്ത് റെഗുലേഷൻ. ഓക്കെ, ഇഫ് ദ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ഡയഗ്നോസ്റ്റിക് ഓർ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് റെക്കമെൻഡേഷൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് എസ് മെഡിക്കൽ ഡിവൈസ് റിക്വയറിംഗ് റെഗുലേറ്ററി അപ്രൂവൽ. അപ്പോൾ ഇതൊരു ആപ്പ്, ഇത് ശരിക്കൊരു എന്താ പറയുക ആപ്പാണല്ലോ. അപ്പോൾ ആപ്പ് നമ്മൾ ഓക്സിജനൊക്കെ ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ BP ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് പോലെയാണ് ഈ ആപ്പ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇവരെന്താ പറയണേ, ഒരു മെഡിക്കൽ ഡിവൈസ് ആയിട്ടാണ് ശരിക്കും ഈ ആപ്പിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഫോളോയിങ് റെഗുലേറ്ററി അപ്രൂവൽസ്, ഇന്ത്യയിലാണെങ്കിൽ CDSCO, ലാസ്റ്റ് ലൈൻ നോക്കിയാൽ മതി, പേജിൻ്റെ ലാസ്റ്റ് ലൈനിൽ എഴുതിയിട്ടുണ്ട്. CDSCO ഇന്ത്യയിലാണെങ്കിൽ അപ്രൂവൽ ഫ്രം ഇന്ത്യ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻസ് വേണം. ഓക്കെ, അപ്പോൾ അതാണ്. മറ്റേതാണെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൈവസി ലോ ആണെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ ഒരു ബില്ലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആണ് ചെയ്യേണ്ടത്. ഈ ആപ്പിൻ്റെ ക്രിയേറ്റേഴ്സ് അത് ശ്രദ്ധിക്കണം. ഓക്കെ, ദേ ഹാവ് ടു ടേക്ക് ദിസ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ലോ ഇഫ് ഇൻ ഇന്ത്യ. ആപ്പ് ഇന്ത്യയിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്തതെങ്കിൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്ന് പറയുന്ന ആ ഒരു ബില്ല് അവർ അതിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഈ മെഡിക്കൽ ഡിവൈസ് ആൻഡ് ഹെൽത്ത് റെഗുലേഷൻസ് എന്നുള്ളത് ഒരു ഡിവൈസ് ആയതുകൊണ്ട് അത് വരുന്നതുകൊണ്ട് ഇന്ത്യയിൽ ആണെങ്കിൽ CDSCO എന്ന് പറയുന്ന അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ എന്ന് പറയുമ്പോൾ എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ compliance with consumer protection laws to ensure transparency in service terms, disclaimers and refund possibilities. ഓക്കെ, അപ്പോൾ അത് കൺസ്യൂമേഴ്സ് നമ്മളുടെ ഡാറ്റയും കാര്യങ്ങളും ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലോസൊക്കെ ഇവരും അത് പാലിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഇത് നെറ്റിലും കാര്യത്തിലൊക്കെ ആപ്പ് ആണ്, നെറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT കംപ്ലയൻസ് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ആപ്പ്. ദെൻ ബിസിനസ് ആൻഡ് ടാക്സ് കംപ്ലയൻസ്. യൂഷ്വലി ഒരു ബിസിനസ് ആണല്ലോ, അപ്പോൾ നമുക്കറിയാം ബിസിനസ് രജിസ്ട്രേഷനും ടാക്സ് രജിസ്ട്രേഷനും ചെയ്യണം എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് 5 എന്ത് വരണേ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. ലീഗൽ റിക്വയർമെൻറ്റ്സിനെയാണല്ലോ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ഇത് റിക്വയർമെൻറ്റ്സ് വരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ചോദ്യത്തിൽ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഐഡന്റിഫൈ ദ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ദേ നീഡ് ടു ഫുൾഫിൽ ആൻഡ് ഔട്ട്ലൈൻ ദ സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്ടിങ് ദ IPR, അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഈ ആപ്പിനൊരു IPR വരികയാണെങ്കിൽ അപ്പോൾ അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. IPR അവരുടെ ആ ആപ്പിനെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, വേറെ ആൾക്കാരെ അത് കോപ്പി ചെയ്യാതിരിക്കാനായിട്ട് ആപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം. യൂഷ്വലി ഏതൊക്കെയാണ് 4 തരം സ്ട്രാറ്റജീസ് ഉള്ളത്, അതന്നെ എഴുതി വെച്ചാൽ മതി. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പേറ്റന്റ്, മൂന്നാമതാണ് എഴുതിയിരിക്കുന്നത്. പേറ്റന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ടെക്നോളജി ആണല്ലോ, അവരുടെ ഒരു അൽഗോരിതം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടാനായിട്ട് അവർക്ക് ഫയൽ ചെയ്യാം, പേറ്റന്റ് കിട്ടാനായിട്ട് ഫയൽ ചെയ്യാം. ഓക്കെ, അത് എഴുതി വയ്ക്കുക. സോഫ്റ്റ്വെയർ പേറ്റന്റ് ആണ് അവിടെ അവർക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും, ആപ്പിനൊരു പേരുണ്ടായിരിക്കും, ലോഗോ ഉണ്ടായിരിക്കും, ടാഗ് ലൈൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്
പ്രോപ്പറായിട്ട് റിലവൻ്റ് ഉള്ള രീതിയിൽ റിലവൻറ്റ് ജുഡീഷ്യറീസിൽ കൊടുത്ത് അതിൻ്റെ അതോറിറ്റിയിൽ കൊടുത്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു അണ്ടർ കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ആപ്പ് ഡിസൈൻ കണ്ടന്റ് ആൻഡ് അതൊക്കെ കോപ്പിറൈറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിൽ മ്യൂസിക്കോ കോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ കോപ്പിറൈറ്റ് ചെയ്യാം. ട്രേഡ് സീക്രട്ട് എന്ന് പറയുമ്പോൾ അതിൽ അൽഗോരിതം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അൽഗോരിതംസ് AI മോഡൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ട്രേഡ് സീക്രട്ടിനെ ഇത് ചെയ്യണം. ഓക്കെ, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ലൈസൻസിങ് ആൻഡ് ഓപ്പൺ സോഴ്സ് അതൊക്കെയാണ്, ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് IPR എന്നുള്ള രീതിയിൽ ഈ 4 കൂടി. അപ്പോൾ ആ ചോദ്യത്തിൽ ഇത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്താണ് ആപ്പിൻ്റെ, അതുപോലെ ഈ IPR അത്. ഇനി ഈ ഒരു ചോദ്യം നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കോംപ്രിഹെൻഷൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കണ്ടോ, ഒരു പാരഗ്രാഫ് വായിക്കുക. പാരഗ്രാഫിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കാര്യമാണ് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിലെന്താണ്? ഇക്കോപാക്ക് എന്ന് പറയുന്നൊരു ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അവരെന്ന് പറയുക പാക്കേജിങ് സൊല്യൂഷൻസ് ആണ്. ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ്, പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ വന്ന് ഒരു കവർ ഉണ്ടാക്കുകയാണ്. അത് തന്നെയാണ് എക്കോപാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത് പാരഗ്രാഫ് വായിച്ചിട്ട് കോംപ്രിഹെൻഷൻ പോലെ അതിൻ്റെ ആൻസർ കൊടുക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ വായിക്കുക, അത് നിങ്ങൾ വായിച്ചോ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഈ ഒരു പൊല്യൂഷൻ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ വലിച്ചെറിയുമ്പോൾ എന്താ, അത് ഭയങ്കര പൊല്യൂഷനും കാര്യങ്ങളും അല്ലേ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി എക്കോപാക്ക് എന്ന് പറയുന്ന മേ ബി എന്തെങ്കിലും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പേപ്പറോ അങ്ങനെ തുണിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അവർ ഈ ഒരു റാപ്പ് ഇക്കോപാക്ക് എന്ന് പറയുന്ന പാക്കിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അത് ഫുൾ വായിക്കണം കേട്ടോ, വായിച്ചാലേ അത് എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്കസ് ബ്രീഫ്ലി ദ ഡിഫറെൻറ്റ് വേസ് ഇക്കോപാക്ക് ടീം കുഡ് പ്രൊട്ടക്ട് ദിയർ ഐഡിയ. എങ്ങനെയാണ് ഇക്കോപാക്ക് ടീം അവരുടെ ഐഡിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? എപ്പോഴും അവരുടെ ഐഡിയനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാവണം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഇതിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഈ പാരഗ്രാഫിൽ ഇല്ല, അതിന് ഉത്തരം ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ഡിസ്കസ് ബ്രീഫ്ലി ദ ഡിഫറെൻറ്റ് വേസ് എക്കോപാക്ക് ടീം കുഡ് പ്രൊട്ടക്ട് ദിയർ ഐഡിയ ഓഫ് ബയോഡിഗ്രേഡബിൾ പാക്കേജിങ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഐഡിയനെ അവർ പ്രൊട്ടക്ട് ചെയ്തത്? എങ്ങനെയായിരിക്കും? പേറ്റൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ചെയ്യാം, ആ രീതിയിലുള്ള ഡിഫറെൻറ്റ് 4 വേസ് ആണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. then അടുത്ത ചോദ്യം സിമ്പിളാണ്. കുഡ് യു പോയിന്റ് ഔട്ട് വൈ ദ ടീം ബിഹൈൻഡ് ഡിസൈഡഡ് ടു മേക്ക് ദിസ് പ്രോഡക്റ്റ്? അത് ആ പാരഗ്രാഫ് വായിച്ചാൽ അറിയാം. രണ്ടാമത്തെ ലൈനിലൊക്കെ പറയുന്നുണ്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അല്ലേ, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത പ്ലാസ്റ്റിക് നമ്മൾ കവറുകൾ വലിച്ചെറിയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇക്കോപാക്ക് എന്നുള്ള രീതിയിൽ വന്നത്. അത് കോമ്പിനേഷൻ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചോദ്യമാണ്, ആൻസറാണ്. then അടുത്ത ചോദ്യം, ഇൻ വാട്ട് വേ ഡിഡ് ഇക്കോപാക്ക് കസ്റ്റമൈസ് ദെയർ പ്രോഡക്ട്സ്? ഏത് രീതിയിലാണ് അവർ അവരുടെ പ്രോഡക്റ്റിനെ കസ്റ്റമൈസ് ചെയ്തത്? അത് ഒരു ലൈനായിട്ട് തന്നെ ഫുൾ വായിച്ചാൽ കിട്ടും. ഇവിടെ ഒരു ലൈനായിട്ട് കണ്ടോ. ദേ ഓൾസോ ഡെവലപ്ഡ് ടാർഗറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് കസ്റ്റമൈസ്ഡ് ദെയർ പ്രൊഡക്റ്റ് ഫോർ ഡിഫറെൻറ്റ് സൈസ് തിക്നെസ് ആൻഡ് ഹാവിങ്. ആ ലൈനാണ് അവിടെ എഴുതി വെക്കേണ്ടത് കേട്ടോ, മനസ്സിലായോ? അവരുടെ കസ്റ്റമൈസ് ദെയർ പ്രൊഡക്റ്റ് ഫോർ ഡിഫറെൻറ്റ് സൈസ് തിക്നെസ് എന്നുള്ള രീതിയിലാണ് അവർ ഇതിന് ആൻസർ ഞാൻ അടുത്ത പേജിൽ വെച്ചിട്ടുണ്ട്. അടുത്തത്, വാട്ട് കീ എലമെന്റ്സ് ഡിഡ് എക്കോപാക്ക് ഇൻക്ലൂഡ് ഇൻ ദിയർ ബിസിനസ് പ്ലാൻ? What key elements did Ecopack include in their business plan to outline their market positioning? അപ്പോൾ അത് എന്ന് പറയുന്നത് അതും ഈ പാരഗ്രാഫിലുണ്ട്. To bring idea to the life, Ecopack developed a plan outlining their value proposition, market analysis and financial projections. അതാണ് അതിനെ പറ്റിയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. Okay, then how did Ecopack ensure that biodegradable packing met quality standards and എങ്ങനെയാണ് അവരത് ഇതാക്കിയത്? ഇതിൻ്റെ ആൻസർ ഇവിടെ അടുത്ത ഇതിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസ് നേരിട്ട് പാരഗ്രാഫിൽ നിന്ന് കിട്ടും, ചിലത് നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഡിസ്കസ് ബ്രീഫ്ലി ദ ഡിഫറെൻറ്റ് വേസ് എക്കോപാക്ക് ടീം കുഡ് പ്രൊട്ടക്ട് ദിയർ ഐഡിയ ഓഫ്. എങ്ങനെയാണ് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ചെയ്യാം അല്ലേ? നോവൽ അവരുടെ ഒരു കവറാണ് അവരുണ്ടാക്കിയത്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു കവറാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ ആ കവർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ
പേറ്റന്റ് പ്രൊട്ടക്ട് ചെയ്യാം. ട്രേഡ് സീക്രട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ട്രേഡ് മാർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ദെൻ അവരുടെ പ്രൊഡക്ഷൻ മെത്തേഡിന് വല്ല എന്തുണ്ടായിരിക്കാം, കെമിക്കൽ ഫോർമുല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെ ട്രേഡ് സീക്രട്ട് എന്നുള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം. കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെബ്സൈറ്റിലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് കണ്ടന്റ്, പ്രോഡക്റ്റ് ഡിസൈനൊക്കെ കോപ്പിറൈറ്റ് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നൗ എന്തുകൊണ്ടാണ് അവർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അത് ആ പാരഗ്രാഫിലുണ്ട്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആണെങ്കിൽ എൻവിറോൺമെന്റൽ പ്രശ്നം വരില്ലേ, ആ പാരഗ്രാഫിന് എഴുതിയ അതുകൊണ്ടാണ് അവർ ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അടുത്തത് ഇൻ വാട്ട് വേ ഡിഡ് എക്കോപാക്ക് കസ്റ്റമൈസ് യർ പ്രൊഡക്ട്സ്, അത് അതിലുണ്ട്. തിക്നെസ്, സ്ട്രെങ്ത് ആൻഡ് അലോവിങ്, അത് അങ്ങനെയാണ് അത്. അടുത്തത് അത് ആദ്യം ലൈൻ അവിടുന്ന് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അത് കോംപ്രിഹെൻഷൻ പാസേജ് പോലെ വായിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഇതിൽ. വാട്ട് കീ എലമെന്റ് ഡിഡ് എക്കോപാക്ക് ഇൻക്ലൂഡ് ഇൻ ദിയർ ബിസിനസ് പ്ലാൻ ടു ഔട്ട്ലൈൻ ദിയർ മാർക്കറ്റ് പ്രൊപ്പോസിഷനിങ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റീവ്. വാട്ട് കീ എലമെന്റ്സ് ഡിഡ് എക്കോ, അപ്പോൾ അവർ എന്താണ് ഒരു വാല്യൂ പ്രപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്കറ്റ് ഇത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാം. എന്തൊക്കെയാണ് അവരുടെ ബിസിനസ് പ്ലാനിലെ മാർക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള രീതിയിലും ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് കാണിക്കാനും അവർ എന്തൊക്കെ കീ എലമെന്റ്സ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇതല്ലേ. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, പക്ഷേ അവരൊരു സസ്റ്റൈനബിൾ പ്രൊഡക്റ്റാണ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. സോ ദേ ഹാവ് കം വിത്ത് എ വാല്യൂ അല്ലേ. ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു ദ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് ദേ ബ്രോട്ട് ഇൻ എ വെരി ഗുഡ് പ്രോഡക്റ്റ് ഹാവിങ് ഹൈ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ പ്രപ്പോസിഷൻ അവർക്ക് കൊടുക്കാൻ പറ്റി. ദെൻ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുപോലെ ചില ആൾക്കാരുണ്ടാവില്ലേ, ഈ കവർ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള ആൾക്കാരുണ്ടായിരിക്കും, എക്കോ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അതുപോലെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അല്ലെ, അവരുണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഇത്ര പൈസയാവും, അപ്പോൾ അതിന് ഇത്ര പ്രൈസ് ഇടണം, ഇത്ര അത് ഉണ്ടാക്കാനായിട്ട് ഇത്ര എക്സ്പെൻഡിച്ചർ വരും, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കവറിന് ഇത്രയാണ് വില, അപ്പോൾ ഇത്ര റവന്യൂ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഇത്ര ആൾക്കാർ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്ര റവന്യൂ കിട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ടാർഗറ്റ് മാർക്കറ്റ് ആരായിരിക്കും, ഗ്രീൻ ഓൾട്ടർനേറ്റീവ് അല്ലെ, എൻവിറോൺമെൻറ്റൽ അവെയർനെസ് ഉള്ള, എൻവിറോൺമെൻറ്റൽ സ്നേഹമുള്ള, ലവ് ഉള്ള ആൾക്കാരായിരിക്കും, കൺസേൺ ഉള്ള ആൾക്കാരായിരിക്കും അവരുടെ യൂസേഴ്സ് എന്നുള്ള രീതിയിലാക്കി അവർ പറയുമ്പോഴാണ് അവരുടെ ആ ഒരു ഐറ്റത്തിനെ അവർക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ദെൻ ഹൗ ഡിഡ് എക്കോപാക്ക് എൻഷുർ ദാറ്റ് ബയോഡിഗ്രേഡബിൾ പാക്കേജിംഗ് മെറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അപ്പോൾ അതിൻ്റെ ആൻസർ അതിൽ തന്നെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് അവർ പറയുന്നുണ്ട് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. എൻഗേജ്ഡ് ഇൻവെസ്റ്റേഴ്സ്, എൻവിറോൺമെൻറ്റൽ പ്രൊഡക്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യം എവിടെയോ പറയുന്നുണ്ട്. ദ ഫൈനൽ ഫേസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് റിഗറസ് ടെസ്റ്റിംഗ് ആൻഡ് റിഫൈൻമെൻറ്റ്. കണ്ടില്ലേ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ. അപ്പോൾ അതാണ് ഈ ചോദ്യം, എങ്ങനെയാണ് അവരുടെ ബയോഡിഗ്രേഡബിൾ പാക്കേജിങ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയി എന്നുള്ളത് എങ്ങനെയാണ്, ആ ഒരു കവറ് നല്ലതാണെന്നുള്ളത് എങ്ങനെയാണ് അവർക്ക് പറയാൻ പറ്റിയത്. അപ്പോൾ അവരെ ടെസ്റ്റ് ചെയ്തു, അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തു, അത് അങ്ങനെയാണ് അവർക്കത് പറയാൻ പറ്റിയത്. Then what strategies did Ecopack use to engage stakeholders such as investors and customers during their product development process discussed in ഇത് ആക്ച്വലി 4ാമത്തെ മൊഡ്യൂളിലത്തെ ചോദ്യമാണ്. നമുക്കറിയാലോ അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് നമുക്കറിയാം, ഇൻവെസ്റ്റർ, കസ്റ്റമേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ 4ാമത്തെ ചോദ്യം കൂടി ഇവിടെ ക്ലബ് ചെയ്ത് പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻഗേജ്ഡ് ഇൻവെസ്റ്റേഴ്സ് ബൈ ഷോക്കേസിങ് ദെയർ ഇന്നോവേഷൻ അല്ലേ, ഇവരുടെ ഒരു പ്രൊഡക്റ്റിനെ അവർ ഇന്നോവേറ്റേഴ്സൊക്കെ വരുമ്പോൾ അവർ കാണിച്ചു കൊടുത്തു. അതുപോലെ വല്ല ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇതിൻ്റെ വല്ല ഫെയറോ കാര്യങ്ങളോ എക്സിബിഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവർ എന്ത് ചെയ്യാം, ഈ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വരും. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്ര പൈസ തരാം, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ യൂണിറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഡിസ്കഷൻസ് വരില്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് കുറേ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും. മീൻസ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവർക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയൊക്കെ കൂടുതലും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവരെ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും എന്നാണല്ലോ ചോദ്യം. അതുപോലെ കസ്റ്റമേഴ്സിനെ എങ്ങനെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇത് എളുപ്പമാണ്. അപ്പോൾ ഇതിലെന്താ വരുന്നത്, ഒരു പാരഗ്രാഫ് തരും, പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം. ഓക്കെ.
അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇവിടെ വേറെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എയിംസ് ടു സ്റ്റാർട്ട് എ ഡ്രോൺ ഡെലിവറി ബിസിനസ്. ഐഡന്റിഫൈ ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ദേ നീഡ് ടു കംപ്ലൈ വിത്ത്. അല്ലെ, ഒരു ഡ്രോൺ ഡെലിവറി ബിസിനസ് കുട്ടികളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്താ? ഡ്രോൺ ആകുമ്പോൾ അപ്പോൾ ആദ്യത്തെ എ പാർട്ട് ഡ്രോണിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചോളൂ, കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ വരാം കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡ്രോണിന് രജിസ്ട്രേഷൻ വേണം, ലൈസൻസ് വേണം, അതുപോലെ എയർ സ്പേസ് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. ഇത് എയർ സ്പേസിലാണല്ലോ ഇത് കറങ്ങുന്നത്, മീൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കംപ്ലൈൻസ് വിത്ത് എയർ സ്പേസ് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് വേണം. ഓക്കെ, ദെൻ ബിസിനസ് രജിസ്ട്രേഷൻ ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൻ്റെ രജിസ്ട്രേഷൻ ആൻഡ് ഇൻഷുറൻസ് വേണം. അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ഇതിനും വേണം. അപ്പോൾ ഇതാണ് 3 സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. എന്താണ്? ഡ്രോണിന് രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് വേണം. ദെൻ ബിസിനസ്, ഡ്രോൺ വെച്ചിട്ടുള്ള ബിസിനസ്സിന് രജിസ്ട്രേഷനും ഇൻഷുറൻസും വേണം. ദെൻ എയർ സ്പേസിൽ കറങ്ങുന്ന സാധനം ആയതുകൊണ്ട് കംപ്ലൈൻസ് വിത്ത് അറിയാം. നമ്മളിപ്പോൾ റോഡിലാണെങ്കിൽ MVDയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇത് വേണ്ടേ? ഇത് വേണമെങ്കിൽ എയറിലല്ലേ. അതുകൊണ്ട് കംപ്ലൈൻസ് വിത്ത് എയർ സ്പേസ് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. ഇത്ര ഹൈറ്റിൽ പറക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നോ ഫ്ലൈ സോൺസ് ഉണ്ടെങ്കിൽ അവിടെ പറക്കാൻ പാടില്ലല്ലോ. ഓൾട്ടിറ്റ്യൂഡ് ലിമിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ അങ്ങനത്തെയൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, പ്രപ്പോസ് ഹൗ ദേ ക്യാൻ വാലിഡേറ്റ് ദെയർ ഐഡിയ ഇൻ ദ മാർക്കറ്റ്. എങ്ങനെയാണ് അവരുടെ ഐഡിയ അവർക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇത് പൈലറ്റ് പ്രോഗ്രാംസ് പറയുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയൊരു ഏരിയയിൽ അവർക്കൊരു എക്സിബിഷൻ പോലെ ഇത് നടത്താമല്ലോ. സ്മോൾ സ്കെയിൽ ഡെലിവറി ടെസ്റ്റ് നടത്താം കൺട്രോൾഡ് ഏരിയയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. ദെൻ കസ്റ്റമർ റിസർച്ച് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൽ പോയിട്ട് സർവേസ് ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്ക് ചെന്ന് കൂടുതലായിട്ട് ഇതിനെ ഇംപ്രവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ട് അതിനെ വെച്ച് വാലിഡേറ്റ് ചെയ്യാം. അതിനെ വെച്ച് അവരുടെ ഐഡിയ അവർക്ക് കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും പറ്റും. ദെൻ ഡിസ്കസ് ഇമ്പോർട്ടൻസ് ഓഫ് ടീം റോൾസ് ഇൻ എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. ടീമിൽ ഇപ്പോൾ എന്താണ്? ഒരു ഡ്രോണിൻ്റെ ബിസിനസ് ആകുമ്പോൾ അതിൽ പ്രൊജക്ട് മാനേജർ, ഡ്രോൺ എഞ്ചിനീയർ, ടെക്നീഷ്യൻ, ഓപ്പറേഷൻ ലീഡ്, റെഗുലേറ്ററി സേഫ്റ്റി നോക്കാനുള്ള ഒരു ഓഫീസർ, ഇങ്ങനെയൊക്കെയാണ് അതിൽ ജോബ് റോൾസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ChatGPT-യിലുള്ളതാണ്, പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ വേറെ ആൻസർ ഒന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ ആൻസറായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഡ്രോണിൻ്റെ കാര്യം, അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന റെഗുലേഷൻസും ഹൗ ദി സ്റ്റുഡൻസ് ക്യാൻ വാലിഡേറ്റ് ദയർ ഐഡിയ, എങ്ങനെ അവരുടെ ഐഡിയനെ എക്സിക്യൂട്ട് ചെയ്യാൻ അതുപോലെ വാലിഡേറ്റ് ചെയ്യാന്നുള്ള ചോദ്യം, അതുപോലെ ടീം റോൾസ്. ഇനി വേറെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഇതേപോലെ, ഇത് ഡ്രോണിൻ്റെ പകരം AI ടൂളിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹാസ് ഡെവലപ്ഡ് എ ന്യൂ AI ടൂൾ ടു ഒപ്റ്റിമൈസ് ദ ഇൻവെന്ററി മാനേജ്മെന്റ് ഫോർ സ്മോൾ ബിസിനസ്. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് IPR. ഏതൊക്കെയാണ് IPR വരുന്നത്? 4 IPR-നെ പറ്റി എഴുതിയാൽ മതി കേട്ടോ. ടു പ്രൊട്ടക്ട് ഇന്നോവേഷൻ, കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട്. അപ്പോൾ AI വെച്ചിട്ട് അങ്ങോട്ട് എഴുതാം. AI ആയതുകൊണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കണം? AI ടൂളിന് പേറ്റന്റ് കിട്ടാം, അതിൻ്റെ അൽഗോരിതത്തിന് ട്രേഡ് സീക്രട്ട് വേണം. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ കമ്പനി നെയിം, ലോഗോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേഡ് മാർക്ക് ചെയ്യപ്പെടണം. ദെൻ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കോപ്പിറൈറ്റും പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ സിനിമ ഇതിലൊക്കെ ആണെങ്കിലും ഈ പ്രൊഡക്റ്റിലെല്ലാം കോപ്പിറൈറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 4 തന്നെ എഴുതിക്കോളൂ. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഈ AI ആയിട്ട് ലിങ്ക് ചെയ്ത രീതിയിൽ ആ സെൻറ്റൻസ് എഴുതി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ പേറ്റന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ആ ഒരു AI ടൂള് എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതിനെ പേറ്റന്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിൻ്റെ നോവൽ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സിനെ നമുക്ക് പേറ്റന്റ് ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ എഴുതാം. അടുത്തത് സ്ട്രാറ്റജി ടു ഫോം എ ടീം ആൻഡ് ഐഡന്റിഫൈ എസൻഷ്യൽ ടീം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജോബ് റോൾസ് എങ്ങനെയാണ് വരിക? അവിടെ AML എഞ്ചിനീയർ, അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു എഞ്ചിനീയർ വേണം. ദെൻ ബാക്ക് ആൻഡ് ഡെവലപ്പർ, അതിൻ്റെ ഒരു ഡെവലപ്പർ വേണം. ദെൻ ഒരു ഡിസൈനർ വേണം, ക്ലൗഡ് എഞ്ചിനീയർ, പ്രൊഡക്റ്റ് മാനേജർ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വകഭേദങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നോക്കി വെച്ചോളൂ. കോർ ടീം റോൾസ് എന്ന് പറയുമ്പോൾ AI എഞ്ചിനീയർ, ബാക്ക് ആൻഡ് ഡെവലപ്പർ, ഡിസൈനർ, ക്ലൗഡ് എഞ്ചിനീയർ, മാനേജർ. AI എഞ്ചിനീയറിൻ്റെ ജോലി എന്താണ്? ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അത്രേ AML എഞ്ചിനീയറിൻ്റെ ജോലി. ബാക്ക് ആൻഡ് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ
കണ്ടോ, ബിൽഡ് ആൻഡ് സ്കെയിൽ ദി സെർവർ സൈഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ദെൻ അടുത്തത് റെക്കമെൻഡ് ഹൗ ദേ ക്യാൻ വാലിഡേറ്റ് ദ ഐഡിയ വിത്ത് പൊട്ടൻഷ്യൽ യൂസേഴ്സ്. റെക്കമെൻഡ് ഹൗ ദേ ക്യാൻ വാലിഡേറ്റ് ദർ ഐഡിയ, എങ്ങനെയാണ് ഐഡിയ വാലിഡേറ്റ് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ ടൂൾ ടു ഒപ്റ്റിമൈസ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഫോർ സ്മോൾ ബിസിനസ് ആണ്. സ്റ്റാർട്ട് ലീൻ, ബിഗിൻ വിത്ത് 2-3 versatile team members, യൂസ് ഫ്രീലാൻസ് ഓർ പാർട്ട് ടൈം കോൺട്രിബ്യൂട്ടേഴ്സ്, ലിവറേജ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ അത് അവർ സ്റ്റാർട്ട് ലീൻ 2 to 3 മെമ്പേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ ഫ്രീലാൻസ് ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, ദെൻ പതുക്കെ അതിനെ ആക്സലറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ സ്ട്രാറ്റജി ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മൊഡ്യൂളിൽ വരുന്ന കേസ് സ്റ്റഡി ബേസ്ഡ്, ബാക്കിയെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് 16 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. അതുപോലെ പാർട്ട് ബിയിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നല്ല രീതിക്ക് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ഓർ ക്വസ്റ്റ്യനും കൂടി എഴുതി വയ്ക്കുക. 2.5 മണിക്കൂറുണ്ടല്ലോ എക്സാം, മനസ്സിലായോ? അപ്പോൾ വെറുതെ കുറച്ച് എഴുതിയിട്ട് സമയം കളയരുത്. കാരണം 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ എത്രയോ മാർക്ക് കൂടുതൽ കിട്ടുന്നു അത്രയും ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കൂടും. പാസ്സാവും എന്ന് നമുക്ക് 90% ഉറപ്പാണ് എല്ലാവരും പാസ്സാവും എന്നുള്ളത്. കാരണം ഇത് 16 മാർക്ക് മതി. പക്ഷേ നമുക്കത് ഉറപ്പിക്കാനും മാർക്ക് കൂടുതൽ വാങ്ങിക്കാനും നന്നായിട്ട് എഴുതുതന്നെ വേണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എല്ലാം എഴുതുക, പാർട്ട് എ എല്ലാം എഴുതുക, പാർട്ട് ബി എഴുതുക, പാർട്ട് ബിയിൽ അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക, പടം വരയ്ക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ അതിന് ശേഷം ഈ കേസ് സ്റ്റഡീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി വയ്ക്കുക. കാരണം വല്ല ഇതൊക്കെ വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിലെ എററോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഫുൾ മാർക്ക് കിട്ടുക. നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പുതിയൊരു പേപ്പർ ആയതുകൊണ്ട് നമുക്കിതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്ത് കിട്ടിയിട്ടില്ല യൂണിവേഴ്സിറ്റി ലെവലിൽ. അപ്പം അതുകൊണ്ട് എല്ലാം പഠിക്കുക, ഇത് എഴുതുക. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.